റൊട്ടി കഴിക്കാറില്ല. അതിന് പകരം ബഹുമാനപ്പെട്ടവർ കഴിക്കുക മാവ്, ഈത്തപ്പ, ഗോതമ്പിന്റെ മാവ് അത് കലക്കി പായസ രൂപത്തിലാക്കി, കഞ്ഞി രൂപത്തിലാക്കി, ഗോതമ്പ് മാവ് കൊണ്ടുള്ള കഞ്ഞിയാണ് ബഹുമാനപ്പെട്ടവർ കുടിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നതൊന്നും കഴിച്ചിരുന്നില്ല. എന്റെ പല്ലില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ കഴിക്കാൻ ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചാൽ വയറിന് അസുഖം വരുന്നത് കൊണ്ടുമല്ല. നല്ല ആരോഗ്യവാന, ആഫിയത്തുള്ളവരാ, ഒരു രോഗവുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റഹിമഹുല്ലാ മഹാനവറുകൾ ഗോതമ്പ് മാവ് കഞ്ഞി വെച്ച് കുടിക്കുകയാണ് പതിവ്. ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കി ചവച്ചരച്ച് കറിയൊക്കെ ഒഴിച്ച് ആസ്വദിച്ച് തിന്നുന്ന രീതി ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. ആളുകൾ ചോദിച്ചു, എന്തേ മഹാനവറുകളെ അതിന് കാരണം? മഹാനായ ദാവൂദ് ത്വാഇ തങ്ങളുടെ മറുപടി, ബൈന മുദ്ഗിൽ ഖുബ്സി വശ്റബിൽ ഫതീത്തി ഖിറാഅത്തു 50 ആയ. പത്തിരി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി അത് ചവച്ചരച്ച് തിന്നുന്ന സമയം. എന്നാൽ എനിക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയാണെങ്കിൽ കഞ്ഞി രൂപത്തിലാക്കിയാൽ അത് ഒറ്റ കുടിയങ്ങ് കുടിച്ചാൽ അത് കഴിഞ്ഞു, പരിപാടി അവസാനിച്ചു. ഇത് ചവച്ചരച്ച് തിന്നാൻ സമയം വേണം. ആ സമയം കൊണ്ട് എനിക്ക് ഒരു 50 ആയത്തെങ്കിലും ഓതാമല്ലോ എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു ചിന്തിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് പോലും സമയം നഷ്ടപ്പെട്ടു പോകരുത്. ആ സമയം ഒരു 5 മിനിറ്റ് സമയം, ആ സമയം കൊണ്ട് ഒരു 50 ആയത്തെങ്കിലും പത്തിരി റൊട്ടി ചവച്ചരച്ച് തിന്നുന്ന നേരം കൊണ്ട് ഒരു 50 ആയത്തെങ്കിലും ഓതി തീർക്കാമല്ലോ. ആ സമയം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഭക്ഷണ രീതി ഒഴിവാക്കി ഈ രൂപത്തിൽ ഗോതമ്പ് മാവ് കഞ്ഞി വെച്ച് കുടിക്കുന്ന ഫതീത്ത് കുടിക്കുന്ന രീതി ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം. ഒരു സെക്കൻഡിന്റെ വില, ഒരു മിനിറ്റിന്റെ വില, ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്ന മഹാന്മാർ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒരു രീതി, കുന്തു ഇദാ ഗദൗതു അബ്ദഉ ബി ബൈതി ആയിഷ റളിയല്ലാഹു അൻഹ ഉസല്ലിമു അലൈഹ. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവിയുടെ എല്ലാ കുടുംബക്കാരുടെ വീട്ടിലും ബന്ധുക്കാരുടെ വീട്ടിലും എല്ലാ ദിവസവും പോകുന്ന ഒരു രീതി എനിക്കുണ്ട്. ഞാൻ ആദ്യം പോയിരുന്നത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്കാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്ന് അവരോട് സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ അടുത്ത വീട് എല്ലാ ദിവസവും ഒരു കുടുംബ സന്ദർശനത്തിന്റെ രീതി എനിക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഒരു ദിവസം ഫഗദൗതു യൗമൻ, ഞാൻ ഒരു ദിവസം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് രാവിലെ ചെന്നപ്പോൾ ഫഇദാ ഹിയ ഖായിമത്തുൻ ഫതഖറഉ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണ്. അവർ ഓതിക്കൊണ്ടിരിക്കുന്നു, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് വിജയികൾക്ക്, ഈമാനിന്റെ ആളുകൾക്ക്, സ്വർഗക്കാർക്ക് കൊടുത്ത നേട്ടം, വവഖാനാ അദാബസ്സമൂം, സമൂമിന്റെ ഏറ്റവും വേദനാജനകമായ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ്. നരകത്തിന്റെ മാരകമായ സമൂമിന്റെ അദാബ്, ആ ശിക്ഷയെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ആയത്ത്, ഈ ആയത്തോതി. എന്നിട്ടോ മഹദി അങ്ങനെ കരയുകയാണ്. ആ ആയത്തോതി അങ്ങനെ കരയുന്നു. വതബ്കി വതുറദ്ദിദുഹാ, ആ ആയത്ത് തന്നെ പിന്നെയും ഓതുന്നു. ആ ആയത്ത് തന്നെ പിന്നെയും ഓതുന്നു, കരയുന്നു, കരയുന്നു, ഓതുന്നു. ഞാനങ്ങനെ കാത്തുനിന്നു. ഫഖുംതു, ഞാനങ്ങനെ കാത്തുനിന്നു നിസ്കാരം കഴിയട്ടെ, എന്നിട്ട് സലാം പറഞ്ഞ് എന്നിട്ട് ദുആ ചെയ്യിപ്പിച്ച് പോകാമല്ലോ എന്ന് കരുതി. പക്ഷേ സമയം ഒരുപാട് വൈകി. ഞാൻ കുറെ കാത്തുനിന്നു. അങ്ങനെ ഞാൻ പിന്നെ തീരുമാനിച്ചു, എന്നാ പോയി വരാം. ഫദഹബതു ഇല സൂഖി, ഞാൻ അങ്ങാടിയിലേക്ക് പോയി. ലിഹാജത്തെ, എന്റെ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വരുമ്പോൾ കയറാമെന്ന് കരുതി ഞാൻ അങ്ങാടിയിലേക്ക് പോയി. ആവശ്യങ്ങൾ കഴിഞ്ഞ്
ഞാൻ കുറെ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. തുമ്മ റജഅതു, ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും മഹദിയായ ആയിഷ ബീവി ഫൈദാഹിയ, അപ്പോഴും അങ്ങനെ തന്നെയാണ്, അവരങ്ങനെ നിസ്കാരത്തിൽ തന്നെയാണ്, അവർ ആ ഖിയാമിൽ തന്നെയാണ്. കമായ തുസല്ലി, നേരത്തെ എങ്ങനെയായിരുന്നു ആ ഖിയാമിൽ അങ്ങനെ തന്നെ. വതബ്കി വതുറദ്ദിദുഹാ, അവർ കരയുന്നു. ഈ ആയത്തങ്ങനെ പിന്നെയും ആവർത്തിക്കുന്നു, കരയുന്നു, ആവർത്തിക്കുന്നു. എത്ര മണിക്കൂറുകൾ! ഒരു ആയത്തോതി അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് നരകത്തെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നല്ലോ. നല്ല മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു, നല്ല ഖിറാഅത്തായിരുന്നു. ബഹുമാനപ്പെട്ടവരെ ഇമാമ നിന്നാൽ സുബ്ഹാനല്ലാഹ്, ആ ഖിറാഅത്ത്, അത് ശൈലി, അതിന്റെ മനോഹാരിതക്കപ്പുറം ഓരോ ആയത്തോതുമ്പോൾ അതിൽ ശിക്ഷയുടെ ആയത്തുകൾ വരുമ്പോ പേടിയോടെ കരഞ്ഞ് ആ ഓത്ത് കേൾക്കുമ്പോൾ പുറകിലുള്ളവർ മുഴുവനും കരയും. പ്രതീക്ഷയുടെ ആയത്തുകൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ടാകും. ആ നിസ്കാരത്തിൽ തന്നെ ആളുകൾ വല്ലാത്തൊരു ലഹരിയിലാണ്, വല്ലാത്തൊരു ഹരത്തിലാണ്, ആവേശത്തിലാണ്. കാരണം ബഹുമാനപ്പെട്ടവരുടെ കൂടെ നിസ്കരിക്കാൻ നിന്നാൽ അത് വല്ലാത്തൊരു രസാണ്. നമ്മൾ പറയാറുണ്ട്, ഓ മൂപ്പരെ കൂടെ നിസ്കരിച്ച വല്ല റാഹത്താ, അതെന്തേ നല്ല രസമുള്ള ഖിറാഅത്താണ്, അതിങ്ങനെ ആ ഒരു രസം, ഒരു ആസ്വാദനാണ് അല്ലേ? നമ്മൾ ഒരാളുടെ കൂടെ, നല്ല ഖിറാഅത്തുള്ള ആളെ കൂടെ തുടർന്നാൽ മൂപ്പരെ കൂടെ നിസ്കരിച്ചാൽ നല്ല റാഹത്താണ്, ആശ്വാസാണ്, ഒരു സുഖാണ്. എന്താ സുഖം? ഇങ്ങനെ കേൾക്കാൻ രസാ, അതൊരു ആസ്വാദനം. നമ്മളെ അർത്ഥം ചിന്തിച്ചിട്ടാണോ? അല്ലെങ്കിൽ ആ ഓത്ത് കേട്ട് നമ്മൾ ഏതെങ്കിലും ആയത്ത് കേട്ട് പേടിച്ചിട്ടാണോ? നമ്മുടെ ഈമാൻ അതിലൂടെ വർദ്ധിച്ചിട്ടാണോ? ഈമാനികമായ ഒരു മാറ്റം, അതിനപ്പുറം നമ്മളൊരു ആസ്വാദനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ എന്നതൊരു അത്ഭുതമാണ്. അത് മനോഹരമാക്കലും നല്ല ശബ്ദവും നല്ല ശൈലിയും അതൊക്കെ വളരെ പുണ്യമാണ്, കൂലി കിട്ടുന്നതാ, വളരെ വലിയ സുന്നത്തുകളാ അതൊക്കെ. നല്ല ശബ്ദത്തിലും നല്ല ശൈലിയിലും ഒക്കെ ഖുർആൻ ഓതുക എന്നത്. ഞാൻ പറഞ്ഞത് മുൻഗാമികള് അവരുടെ ആ ഒരു രീതി, നമ്മുടെ ഒരു രീതി, അത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു മനസ്സ് നല്ല ഈമാനാണ്, ചെറുപ്പം കുട്ടിയാ, നല്ല ഈമാന, വല്ലാത്ത ആവേശവുമാണ്. ബഹുമാനപ്പെട്ട ഉപ്പയുടെ കൂടെ, മഹാനവറുകളുടെ കൂടെ പള്ളിയിലേക്ക് വരും, നിസ്കരിക്കാൻ വരും. പക്ഷെ മനസ്സ് ദുർബല അല്ലെ? ചില ആളുകളെ മനസ്സ് അങ്ങനെയാണല്ലോ, ദുർബലാവും, മനസ്സ് താങ്ങാൻ കഴിയൂല. ചില ആളുകൾ പെട്ടെന്ന് ആകെ ഷോക്കാവും, ചില ആളുകൾക്ക് താങ്ങാൻ കഴിയൂല. അങ്ങനെ ഒരു ദുർബലമായ മനസ്സിന്റെ ഉടമയാണ് മകൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ, മകൻ കൂടെ തുടരുന്നതാണ് ആ ഘട്ടങ്ങളിൽ പലപ്പോഴും ബഹുമാനപ്പെട്ടവര് ഓതുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവനെങ്ങാനും ബോധം കെട്ട് വീണാൽ, പലപ്പോഴും അങ്ങനെയാ പതിവ്, ഇതങ്ങോട്ട് കേട്ടാൽ ബോധം കെട്ട് വീഴും. ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഖുർആൻ ഓതാൻ തുടങ്ങി. മകൻ കൂടെയില്ല, മഅ്മൂമിങ്ങളുടെ കൂട്ടത്തിൽ മകൻ ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ ധരിച്ചത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ പുറകിലായി കൂടുന്നത് ഒഴിവാക്കാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ മകൻ ഇല്ല എന്ന് കരുതി ഖുർആൻ ഓതാൻ തുടങ്ങി. വഇദാ അലിമ അന്ന ലൈസഹു ഖൽഫഹു തനവ്വഖ ഫിൽ ഖുർആൻ വഹസ്സന ഖുർആൻ അങ്ങോട്ട് ഓതി ആളുകളെ അങ്ങോട്ട് കരയിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കരയുന്നു, ആളുകളെ കരയിപ്പിക്കുന്നു, ആളുകളെ ഭയപ്പെടുത്തുന്നു. ഖുർആൻ
അങ്ങനെ ആയത്തുകൾ ഓതി. ഫളന്ന യൗമൻ, അങ്ങനെ ബഹുമാനപ്പെട്ടവരെ അങ്ങനെ ഓതി. ഫഅതാ അലാ ദിക്രി ഹാദിഹിൽ ആയ റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. പടച്ചവനെ, ഞങ്ങള് പരാജയം അധികരിച്ചവരാണ് റബ്ബേ, ഞങ്ങള് വഴികേടിലായി പോയവരാണ് റബ്ബേ എന്ന് പറയുന്ന സൂറത്തുൽ മുഅ്മിനൂൻ, അതിലെ ഒരായത്ത്, ആ ആയത്തിന്റെ ഭാഗം എത്തിയപ്പോൾ മകൻ പുറകിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു പുറകിലുണ്ടായിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ ഫഖറ അലിയുൻ മഗ്ശിയൻ അലൈഹി, ബഹുമാനപ്പെട്ട അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. അങ്ങനെ ജനങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിവരമറിയിച്ചു. അവര് വന്നു. എന്നിട്ട് മകന്റെ മുഖത്തേക്ക് വെള്ളം തെളിച്ചു. ഫറശഹത്ത് അലൈഹി മാൻ, വെള്ളം തെളിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു ബോധത്തിൽ നിന്ന് ഉണർന്നു. മോനെ ആശ്വസിപ്പിച്ചു. അന്ന് വൈകുന്നേരം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അന്ത ഖാതിലുൻ ഹാദൽ ഗുലാം അലി, ഈ പൊന്നുമോൻ അലിയെ നിങ്ങൾ കൊല്ലോ. നിങ്ങളിങ്ങനെ ഈമാൻ വർദ്ധിപ്പിച്ച് ഖുർആൻ ഓതി നിങ്ങൾ എന്റെ മകനെ കൊന്നുകളയുമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, മകൻ ഈമാനുള്ളവനാണ്, മനസ്സ് ദുർബലനാണ്, കട്ടി കുറഞ്ഞവനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കരുത്ത് കൊടുക്കട്ടെ. മകന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ മറ്റൊരു ദിവസം ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊരു ദിവസം ഇമാമത്ത് നിന്നപ്പോൾ അന്നും മകനില്ല എന്നാണ് കരുതിയത്. അന്നും ഖുർആൻ ഓതി. വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാ ലഹും മിനല്ലാഹ്, അവർക്ക് പരലോകത്തെത്തുമ്പോൾ പരലോകക്കാർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, വബദാ ലഹും മിനല്ലാഹ് മാ ലം യകൂനൂ യഹ്തസിബൂൻ, വിചാരിക്കാതിരുന്നതാണ് അവർക്ക് കിട്ടിയത് എന്നുള്ള ആയത്ത് സൂറത്ത് സുമറിലെ ആയത്തെത്തി. സുബ്ഹാനല്ലാഹ്. പരലോകത്തിന്റെ കാര്യമോർത്ത് മകൻ ഇത് കേട്ടു. പുറകിൽ നിന്ന് ഫഖറ മഗ്ശിയ, ബോധരഹിതനായി വീണു. നിസ്കാരം കഴിഞ്ഞു. ആളുകളൊക്കെ കൂടി. പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നു. മുഖത്ത് വെള്ളം തെളിച്ചു. പക്ഷേ മകൻ എഴുന്നേൽക്കുന്നില്ല. ഫജാഅത്ത് വറശഹത്ത് അലൈഹി മാൻ, വെള്ളം തെളിച്ചു, കുലിക്ക് വിളിച്ചു. പക്ഷേ മകൻ എഴുന്നേൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഫഇദാ ഹുവ മയ്യിത്തുൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പൊന്നുമോൻ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു ആ നിസ്കാരത്തിൽ ഖുർആനിലെ ആയത്ത് കേട്ട് പരലോകത്തെ ചിന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് വീണു. അവിടെ കിടന്ന് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട മഹാനായ അല്ലാമ ശിബിലി റഹിമഹുല്ലാഹ്, ശിബിലി തങ്ങളുടെ വഅദ് കേട്ടാൽ ആളുകൾ ആ സദസ്സിൽ പലപ്പോഴും എത്രയോ മയ്യത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓതുന്നത് കേട്ട്, ഹദീസ് പറയുന്നത് കേട്ട്, പരലോക കാര്യങ്ങൾ പറയുന്നത് കേട്ട് സദസ്സിൽ വെച്ച് ആളുകൾ മരിച്ചു പോകും. ബഹുമാനപ്പെട്ടവരുടെ ശിബിലി തങ്ങളുടെ വഅദ് ഒരു ദിവസം നടന്നു. ആ വഅദിന് പോയ ഒരു ചെറുപ്പക്കാരൻ ആ വഅദിന്റെ സദസ്സിൽ മരിച്ചു. മരിച്ചപ്പോൾ ഈ വീട്ടുകാര് ഭരണാധികാരിക്ക് ശിബിലി തങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ശിബിലി തങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ഇയാളുടെ വയല് കാരണം, വയല് കേട്ടിട്ടാണ് എന്റെ മകൻ മരിച്ചത് എന്ന് പറഞ്ഞു.
രക്ഷിതാക്കൾ, കുടുംബക്കാര് ഭരണാധികാരിക്കെതിരെ കേസ് കൊടുത്തു. ബഹുമാനപ്പെട്ടവർ കോടതിയുടെ മുന്നിൽ, ഭരണാധികാരിയുടെ മുന്നിൽ ബഹുമാനപ്പെട്ട ശിബിലി തങ്ങളെ ഹാജരാക്കി ചോദ്യം ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഭരണകൂടത്തോട് പറഞ്ഞു, കോടതിയോട് പറഞ്ഞു, മനസ്സ്, പാപം ചെയ്ത മനസ്സ്, തേങ്ങിയ മനസ്സ്, ഖൽബുൻ റനത്സ് വഹനത്സ്, പാപം ചെയ്ത മനസ്സ്, അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്ത് തേങ്ങിയ മനസ്സ്, അള്ളാഹുവിലേക്ക് മടങ്ങിയ മനസ്സ്, പടച്ച റബ്ബിനെ മോഹിച്ച മനസ്സ്, ആ മനസ്സിന് താങ്ങാൻ കഴിയാതെ അള്ളാന്റെ തീരുമാനപ്രകാരം മരണം നടന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കോടതി ബഹുമാനപ്പെട്ട ശിബിലി തങ്ങളെ വെറുതെ വിട്ടു. എത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ, ഒരുപാട് സംഭവങ്ങൾ. ഖുർആൻ കേട്ട്, വഅദ് കേട്ട്, ഈമാൻ വർദ്ധിച്ച് നിസ്കാരത്തിൽ ഒക്കെ ആളുകൾ മരിച്ചു പോവുക. നമുക്കത് ചിന്തിക്കാൻ കഴിയോ? നമുക്ക് ആലോചിക്കാൻ കഴിയോ? അങ്ങനത്തെ ഒരു രീതി മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാരണം ഈമാൻ അതിനെന്താ പറയാ, അതിന്റെ ഒരു മധുരം എന്ന് പറഞ്ഞാൽ മതിയോ? അതൊരു ആനന്ദമായി, അതൊരു വല്ലാത്ത ഒരു ലഹരിയായി ഖൽബിലേക്ക് കയറിയാൽ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാര് തങ്ങളുടെ പേരക്കുട്ടിയുടെയും പേര് അലി എന്നാണ്. മഹാന്മാരുടെ ഒക്കെ രീതിയാണ്. വല്ലിപ്പാന്റെ പേരിടാന്നാണ്. വല്ലിപ്പാന്റെ പേര് നല്ല പേരാണെങ്കിൽ ആ പേരിടാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മകന് ഇബ്രാഹിം എന്ന പേരിട്ടു. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പയാണ്. മില്ലത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് ബഹുമാനപ്പെട്ട മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മില്ലത്ത് മാത്രമല്ല, ആ പരമ്പരയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ പരമ്പരയിൽ, ഇസ്മായിലി പരമ്പരയിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ മഹത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു രീതിയാണത്. ഏത് അല്ലേ? വല്ലിപ്പാന്റെ പേരിടുക എന്നുള്ളത് അതൊരു ബഹുമാനവും അങ്ങനെ നമ്മളും സ്വീകരിക്കാറുണ്ട്. നല്ല പേരുകളാണെങ്കിൽ ആ ഒരു രീതി നല്ലതാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയാണ്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി പേര് അലി എന്ന് തന്നെ. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടിന് തീ പിടിച്ചു. വീട്ടിലാണ് നിസ്കാരം. വഖഅ ഹരീഖുൻ ഫീ ബൈത്തിൻ ഫീഹി അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പേരക്കുട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വീടിന് തീ പിടിച്ചു. ബഹുമാനപ്പെട്ട ഒരു നിസ്കാരത്തിലാണ്. വഹുവ സാജിദുൻ, സുജൂദിൽ കിടക്കുകയാണ്. സുജൂദിലാ, നിസ്കാരത്തിൽ നീണ്ട സുജൂദാ. അപ്പോഴാ തീ പിടിച്ചത്. ആളുകളൊക്കെ കൊന്നു, അയലൊക്കക്കാരൊക്കെ ഓടിക്കൂടി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, മഹാനവറുകളെ, ഇബ്ന റസൂലില്ലാഹ്, മുത്തുനബിയുടെ പേരക്കുട്ടിയായ അലി ഇബ്നു ഹുസൈൻ തങ്ങളെ, ഇബ്നു റസൂലില്ലാഹ്, അന്നാറ് ഇതാ തീ കത്തുന്നുണ്ട്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ബഹളം വെക്കുന്നുണ്ട്. മഹാനവറുകളെ, തീയാണ്, തീ ഉടൻ തന്നെ ഞങ്ങൾ നിസ്കാരം അവസാനിപ്പിക്കണം, ഇങ്ങോട്ട് പുറത്തു പോരണം മഹാനവറുകളെ. പക്ഷേ സുജൂദിൽ നിന്ന് തല ഉയർത്തിയില്ല. നിസ്കരിക്കുന്ന വീടിനാണ് തീ പിടിച്ച് കത്തുന്നത്. എല്ലാവരും പേടിച്ചു. കാരണം എത്ര വിളിച്ചാലും, ആളുകൾ ഒച്ചുണ്ടാക്കിയാലും അകത്തേക്ക് ആളുകൾക്ക് കയറാനും കഴിയുന്നില്ല. ആളുകളും പേടിച്ച് മാറി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ സുജൂദിൽ തന്നെയാണ്, സുജൂദിൽ എഴുന്നേറ്റില്ല. അങ്ങനെ
ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ടും പടച്ചറബിന്റെ ഖുദ്റത്ത് കൊണ്ടും ഹത്താ തുഫിഅത്, തീ കെട്ടു, ബഹുമാനപ്പെട്ടവർക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. എന്തായാലും ആളുകൾക്ക് ആശ്വാസമായി. പിന്നെ ചോദിച്ചു, എന്നാലും മഹാനവറുകളെ ഈ തീ പിടിച്ച് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ആകെ ബേജാറായി, എന്തേ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ പെട്ടെന്ന് ആ നിസ്കാരം അവസാനിപ്പിക്കാതെ എന്തേ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഖാല അൽഹത്നി അൻഹന്നാറുൽ ഉഖ്റാ, എന്നെ ദുനിയാവിലെ തീ, ആ തീയിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറ്റി എന്നെ അശ്രദ്ധനാക്കിയത് അന്നാറുൽ ഉഖ്റാ, മറ്റേ തീയായിരുന്നു, മറ്റേ നരകം. ഞാൻ ഇതറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നെ അശ്രദ്ധനാക്കി. നിങ്ങളുടെ ബഹളമോ ഈ ദുനിയാവിലെ തീയോ കത്തിപ്പടരുന്നതോ എന്റെ ശ്രദ്ധയിൽ അതായിരുന്നില്ല, നിങ്ങളുടെ ഒച്ചയും ബഹളവുമായിരുന്നില്ല. എന്റെ ശ്രദ്ധ, ഞാൻ പേടിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് സുജൂദില് നരകത്തെ പേടിച്ച്, നാളെ വരാനുള്ള നരകത്തിന്റെ തീയിനെയാണ് ഞാൻ പേടിച്ചത്. ആ നരകത്തീയാണ് എന്നെ അശ്രദ്ധനാക്കിയത്. ദുനിയാവിലെ തീയിൽ നിന്ന് നരകത്തീയാണ് എന്നെ അശ്രദ്ധനാക്കിയത്. ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അല്ലേ, വലിയ വലിയ മഹാന്മാർ. ചില കാര്യങ്ങൾ, ചില ചരിത്രങ്ങൾ സമാനമായി പല മഹാന്മാരുടെ ജീവിതത്തിൽ കാണാം. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ഒരു ശിഷ്യൻ, ആ ശിഷ്യന്റെ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി, അവിടുന്ന് ദ്വേർപ്പിക്കാൻ കൊണ്ടുപോയതാവും. ശിഷ്യന്റെ ഒരു തോട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ കൊണ്ടുപോയി. ളുഹറിന്റെ സമയമായപ്പോൾ അവരവിടെ ജമാഅത്തായി നിസ്കരിച്ചു. ആ തോട്ടത്തിൽ വെച്ച് ളുഹറിന്റെ സമയമായപ്പോൾ ജമാഅത്തായി അവിടുന്ന് നിസ്കരിച്ചു. ഫലമ്മാ സ്വല്ലാ ബിൽ ഖൗമി ളുഹർ, ശിഷ്യന്മാര് ആളുകളൊക്കെ അവരോടൊപ്പം ജമാഅത്തായി ളുഹർ നിസ്കരിച്ചു. അങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഖാമ യതതവഉ, സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരൊന്ന് സുന്നത്ത് നിസ്കാരത്തിലാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും നിസ്കാരം കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവര് പിന്നെയും നിസ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരം കുറച്ച് നീണ്ടു. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫലമ്മ ഫറഗ മിൻ സ്വലാത്തി, ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ ഖമീസിന്റെ, നീളം കുപ്പായത്തിന്റെ ആ ഒരു തെല്ല് അടിഭാഗം, റഫഅദൈല ഖമീസിഹി, നീളം കുപ്പായത്തിന്റെ അടിഭാഗം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഫഖാല ലി ബഅദി മൻ മഅഹു, കൂടെയുള്ള ഒരാളോട് ചോദിച്ചു, ഒന്ന് നോക്കാം, ഉൻദുർ ഹൽ തറാ തഹത ഖമീസി ഷൈഅൻ, എന്റെ ഈ ഖമീസിന്റെ ഉള്ളിൽ എന്തെങ്കിലും, ഇതിന്റെ ചോട്ടില് ഒന്ന് നോക്കാം, ഉൻദുർ ഹൽ തറാ, വല്ലതും കാണുന്നുണ്ടോ, തഹത ഖമീസി ഷൈഅൻ, എന്റെ കുപ്പായത്തിന്റെ ഉള്ളില് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് നോക്കാം. അതിന്റെ തെല്ലിങ്ങനെ പൊക്കിപ്പിടിച്ച് ഒരു ശിഷ്യനോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആ ശിഷ്യൻ ആ തെല്ല് പൊക്കിപ്പിടിച്ച് അതിന്റെ ഉള്ളിൽ പരിശോധിച്ചു. ആ നീളം കുപ്പായത്തിന്റെ ഉള്ളിൽ നോക്കി. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഫൈദാ സുംബൂറുൻ, ഒരു പിന്നെ കടന്നൽ, ആ കടന്നൽ ഖദ് അബറഹു ഫീ 16 മൗദിഅ, അത് 16 സ്ഥലത്ത് കാലിലും ശരീരത്തിലും ഒക്കെയായി 16 സ്ഥലത്ത് ആ കടന്നൽ കുത്തിയിട്ട് വീർത്ത് നീര് വന്നിട്ടുണ്ട്. കുപ്പായത്തിന്റെ ഒരു കടന്നല. ഈ കടന്നൽ ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ കുത്തി, കാലിലും അതേ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നോക്കുമ്പോ 16 സ്ഥലത്ത് ആ കടന്നൽ കുത്തി, അവിടെയൊക്കെ നീര് വന്ന് വല്ലാതെ വീർത്ത് വേദനിക്കുന്ന അവസ്ഥയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോ ചോദിച്ചു മഹാനവറുകളെ, കൈഫലം തഖ്റുജു മിന സ്വലാത്തി അവ്വലമാ അബറക്, എന്തേ നിങ്ങൾ ഈ കടന്നൽ ആദ്യം തന്നെ ഒന്ന് കുത്തിയപ്പോ, കടന്നൽ കുത്തിയ വേദന ഉണ്ടാവൂലേ, കടച്ചിലുണ്ടാവൂലേ, സഹിക്കാൻ കഴിയാത്ത കടച്ചിലും വേദനയും. ആദ്യത്തെ കുത്ത് കിട്ടിയപ്പോ തന്നെ എന്തേ മഹാനവറുകളെ നിങ്ങൾ നിസ്കാരം അവസാനിപ്പിച്ച് ആ കടന്നലിനെ കളയാതിരുന്നത്? കൈഫലം, നിങ്ങൾ അറിഞ്ഞില്ലേ? കൈഫലം തഖ്റുജു മിനസ് സ്വലാ. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ വഖദ് കുന്തു ഫീ സൂറത്തിൻ, ഞാൻ ഒരു സൂറത്ത് ഓതുകയായിരുന്നു.
ഞാൻ സുന്നത്ത് നിസ്കരിക്കുമ്പോ അള്ളാന്റെ കലാമിൽ നിന്ന് ഖുർആനിൽ ഒരു സൂറത്ത് ഓതുകയായിരുന്നു. ഫഅഹബബ്തു അൻ അതമ്മഹാ, അത് പൂർത്തിയാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അള്ളാന്റെ കലാം ഖുർആനിൽ ഒരു സൂറത്തങ്ങ് തുടങ്ങിയപ്പോ അത് പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ആ സൂറത്ത് പൂർത്തിയാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അക്കാരണത്താൽ ഖുർആനിൽ അള്ളാന്റെ കലാമിൽ അങ്ങ് ലയിച്ചു പോയപ്പോ അതങ്ങ് പൂർത്തിയാക്കാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ അത് വിഷയമാക്കിയില്ല. ആ വേദനയോ കടച്ചിലോ ഞാൻ വിഷയമാക്കിയില്ല. അതിനേക്കാൾ അള്ളാന്റെ പൊരുത്തം പരിശുദ്ധമായ ഖുർആൻ അതിന് പ്രാധാന്യം നൽകി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അതാണ് മഹാന്മാർ. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാനായ അബൂ സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരായത്ത് ഇന്നൽ അബ്റാറ ലഫീ നഈം, ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫീ നഈം. ഇന്നൽ അബ്റാറ ലഫീ നഈം, അബ്റാരിയങ്ങൾ, ഗുണവാന്മാർ, മഹാന്മാർ, ലഫീ നഈം, അവർ വലിയ നിഅമത്തിലാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം, അവർ വലിയ നിഅമത്തിലാണ്. നഈമുൻ ഫിദ്ദുനിയാ ഖബലൽ ആഖിറ, അവർ ദുനിയാവിൽ തന്നെ നിഅമത്തിലാണ് എന്ന്. എങ്ങനെ ഇന്നൽ അബ്റാറ ലഫീ നഈം, ആ ആയത്ത് നഈം അത് സ്വർഗത്തിലെ ഒരു മേഖലയുടെ പേരാണ് നഈം എന്നത്. ജന്നത്തു നഈം, നഈം എന്ന സ്വർഗം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നഈം എന്നത് സ്വർഗമാണ്. നഈം, അപ്പോൾ ഇന്നൽ അബ്റാറ ലഫീ നഈം, അബ്റാരിയങ്ങൾ അവർ നഈമിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലെ ജന്നത്തു നഈമിലാണ് എന്നതിന് ആ ആയത്തിനെ വ്യാഖ്യാനിക്കാം. ഖുർആനാണല്ലോ, ഖുർആനിലെ ആയത്തുകൾക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോഴാണല്ലോ അത് ഖുർആൻ ആവുക. ഒറ്റ വ്യാഖ്യാനം, ഒറ്റ അർത്ഥമല്ലല്ലോ ഖുർആൻ. ഖുർആനിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം മാത്രമല്ല ഖുർആനിൽ ഉണ്ടാവുക. അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫീ നഈം, മഹാന്മാർ, അബ്റാരിയങ്ങൾ, നന്മകൾ ചെയ്തവർ, ഈമാനിന്റെ അഹ്ലുകാർ, അവർ നഈമിലാണ്, അവർ നിഅമത്തിലാണ് എന്ന് പറഞ്ഞാൽ നഈമിൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ തന്നെ അവർ നിഅമത്തിലാണ്. ഖബലൽ ആഖിറ, ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, സ്വർഗം കിട്ടുന്നതിന് ദുനിയാവിൽ തന്നെ അവർ വലിയ നിഅമത്തിലാണ്. ദുനിയാവിൽ തന്നെ വലിയ നിഅമത്തിലാണ്. എങ്ങനെ മഹാന്മാര് ദുനിയാവിൽ തന്നെ നിഅമത്തിലാവുക? മഹാന്മാര് പറയുന്നുണ്ട് ആഖിറത്തിന്റെ അഹ്ലുകാര് എങ്ങനെ ആഖിറത്തിന്റെ ആളുകൾ, ഈമാനിന്റെ ആളുകൾ ദുനിയാവിൽ തന്നെ വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ദുനിയാവിന്റെ ആളുകളോ, അവര് ദുനിയാവിന് സന്തോഷത്തിലല്ല. ദുനിയാവിന്റെ ആളുകൾക്ക് ദുനിയാവിലും സന്തോഷമല്ല, ആഖിറത്തിലും സന്തോഷമല്ല. ദുനിയാവിന്റെ ആളുകൾക്ക് ദുനിയാവിലും സന്തോഷം ഉണ്ടാവില്ല, ആഖിറത്തിലും സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ ആഖിറത്തിന്റെ ആളുകൾക്ക് ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. എങ്ങനെ? മസാക്കീൻ അഹ്ലു ദുനിയ, ദുനിയാവിന്റെ ആൾക്കാരൊക്കെ മിസ്കീന്മാര്. എന്തുകൊണ്ട്? കാരണം ഖറജൂ മിനദ് ദുനിയ, അവര് ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു ദുനിയാവെന്ന് പോയാലും വമാ ദാഖൂ അത്യബ മാ ഫിഹാ, ദുനിയാവിലെ ഏറ്റവും നല്ലതൊന്നും അവരനുഭവിച്ചില്ല. നല്ല ഭക്ഷണം കഴിച്ചു, ശരിയാ, നല്ല വീടുണ്ടായിരുന്നു, ശരിയാ, നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാ, ഭക്ഷണമുണ്ടായിരുന്നു, വീടും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദുനിയാവിൽ വെച്ച് അവരെ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സുഖം അവരനുഭവിച്ചില്ല. ഏത് വലിയ വലിയ രാജാക്കന്മാരാണെങ്കിലും, ഏത് വലിയ വലിയ പ്രഭുക്കളാണെങ്കിലും, ഏത് വലിയ വലിയ സമ്പന്നന്മാരാണെങ്കിലും, ഏത് വലിയ ആളുകളാണെങ്കിലും അവര് ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അനുഭവിച്ചിട്ടില്ല. എന്നാ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം അനുഭവിച്ചവരാരാ? അവർ ആഖിറത്തിന്റെ ആളുകളാ, മഹാന്മാരാണ്. അപ്പോൾ ചോദിച്ചു ദുനിയാവിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ദുനിയാവിലെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? ദുനിയാവിൽ ഏറ്റവും ആസ്വാദനം എന്താണ്? അപ്പോൾ മഹാനവറുകൾ മറുപടി പറഞ്ഞു
മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മഹബ്ബത്താണ്, പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടലാണ്. വൽ ഉൻസു ബി, അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരലാണ്, അല്ലാഹുവിനെ കൂട്ടുകാരനാക്കലാണ്, പടച്ച റബ്ബിൽ അങ്ങ് ലയിച്ചു ചേരലാണ്. വശൗഖു ഇലാ ലിഖാഇ, അല്ലാഹുവിനെ കാണാൻ കൊതിക്കലാണ്. അല്ലാഹുവിനങ്ങ് ലയിച്ചു ചേരുക, അതിന്റെ ലഹരി, അതിന്റെ ആനന്ദം, ഏറ്റവും വലിയ ആനന്ദം അവിടെയാണ്. ആ ലഹരിയും സുഖവും ആനന്ദവും കള്ളുകുടിയന്മാർ കള്ളു കുടിച്ചാൽ കിട്ടുന്നതല്ല, വ്യഭിചാരികൾ വ്യഭിചരിക്കുമ്പോൾ കിട്ടുന്നതല്ല. എന്തൊക്കെ സുഖം ആസ്വാദനം എന്ന് ദുനിയാവിന്റെ ആളുകൾ കരുതുന്നുവോ അതിലൊന്നും കിട്ടുന്ന ആനന്ദമല്ല, സുഖമല്ല, ആസ്വാദനമല്ല. അതിനപ്പുറം ഉള്ള ആനന്ദമാണ് അല്ലാഹുവിലുള്ള ആനന്ദം. അല്ലാഹുവിലങ്ങ് ലയിച്ചു ചേരുമ്പോ, അതുകൊണ്ടാണ് മഹാന്മാർ അങ്ങനെ നിസ്കരിച്ചത്. അവര് നേരം പുലരുവോളം സുജൂദിൽ കിടന്നത്, നേരം പുലരുവോളം അവർ റുക്കൂയിൽ കഴിഞ്ഞത്, അവര് ആ ആനന്ദത്തിലായത്. ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം അലദ്ദു മിൻ അഹ്ലിൽ ലഹ്വി ഫീ ലഹ്വിഹിം. രാത്രിയുടെ ആളുകൾ രാത്രിയിൽ ഏറ്റവും ആനന്ദമുള്ളവരാണ്. ആരെക്കാൾ? ലഹുവിന്റെ ആളുകൾ ലഹുവുകളിൽ ആനന്ദിക്കുന്നവരെക്കാൾ. അല്ലേ? നിശാ ക്ലബ്ബുകൾ എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പാശ്ചാത്യ ലോകത്തെ തെമ്മാടിത്തരങ്ങൾ നമ്മുടെ നാടുകളിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും കൊച്ചിയിലും മറ്റുമൊക്കെ അങ്ങനെ നിശാ ക്ലബ്ബുകൾ ആരംഭിച്ചിരിക്കുന്നു. നഊദുബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തിന്? നിശാ ക്ലബ്ബുകൾ, പാതിരാ ക്ലബ്ബുകളിൽ പോയി കള്ളു കുടിക്കുക, വ്യഭിചാരി പെണ്ണുങ്ങളുമായി നൃത്തം ചവിട്ട, അവിടുന്ന് വ്യഭിചാരം നടത്ത തെമ്മാടിത്തരങ്ങള്, കള്ളുകുടിച്ചും പെണ്ണ് പിടിച്ചും ലഹരിയിൽ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കുന്ന ആ കളിതമാശകളുടെ വൃത്തികേടുകളുടെ ആളുകൾ അതങ്ങട്ട് അടിമപ്പെട്ടു, അതിലങ്ങട്ട് ലയിച്ചു പോയി. അതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കാനും കൂത്താടാനും ആളുകൾ തയ്യാറാവാ. അതിൽ അവരെത്ര ആനന്ദം കണ്ടെത്തുന്നുവോ. അല്ലേ? ഇത് മനസ്സിലാവുമല്ലോ. സുന്ദരിമാരായ തരുണീമണികൾക്കൊപ്പം ആനന്ദിക്കാനുള്ള സുഖവും അതിന് ഉറക്കൊഴിക്കാനും പണം ചെലവഴിക്കാനും എന്തിനും തയ്യാറാകുന്ന ലഹ്വാത്തിന്റെ ആളുകൾ, ലഹുവിന്റെ ആളുകൾ, അതിൽ എത്ര രസവും ആനന്ദവും അവർ കണ്ടെത്തുന്നുവോ അതിനേക്കാൾ എത്രയോ 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 ഇരട്ടി ആനന്ദത്തിലാണ്, രസത്തിലാണ് അഹ്ലുൽ ലൈൽ. ആര്? മഹാന്മാർ. കാരണം അവർ അള്ളാന്റെ മുന്നിൽ നിസ്കാരത്തിലാണ്, അവർ അള്ളാന്റെ മുന്നിൽ സുജൂദിലാണ്, അവർ അള്ളാന്റെ മുന്നിൽ ഖുർആനോത്തിലാണ്, അവർ ദിക്റിലാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലൗലൽ ലൈൽ, രാത്രി എന്ന് പറഞ്ഞ ഒന്ന് ഇല്ലെങ്കിൽ മാ അഹ്ബബ്തുൽ ബഖാഅ ഫി ദുനിയ, ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു. എങ്ങനെ രാത്രി ആവാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. കാരണം അതൊരു ലഹരിയാണ്, ഒരു ആനന്ദമാണ്. കാരണം രാത്രിയായാല് ഖിയാമുൽ ലൈൽ, രാത്രിയുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അതിലെ രസം, അതൊരു ഒരു മത്ത് പിടിപ്പിക്കുന്ന വല്ലാത്ത ആനന്ദമാണ്, രസമാണ്. ആ രാത്രി ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിനൊരു രസമില്ല, ദുനിയാവിൽ തന്നെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മഹാന്മാർ. അപ്പോൾ അവർ എന്താണ് അവരുടെയൊക്കെ ഈമാൻ, അതിന്റെ രസം, അതിന്റെ അനുഭൂതി, അതിന്റെ മധുരം, അവരേത് ദറജയിലേക്ക് ഉയർന്നത്? അതുകൊണ്ടല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ അലിമൽ മുലൂക്ക്, രാജാക്കന്മാർ അറിഞ്ഞാൽ, വഅബ്നാഉൽ മുലൂക്ക്, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞാൽ, മാ നഹ്നു ഫിഹി, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദം, ഈ രസം, സൂഫിയാക്കൾ, ഈമാനിന്റെ ആളുകൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, ആഖിറത്തിന്റെ ആളുകൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രസം, ഇതിന്റെ ഈ അനുഭവം രാജാക്കന്മാരോരുടെ മക്കളോ അറിഞ്ഞാൽ ലജ്ജാലദൂന അലൈഹി ബിസുയൂഫ്, അത് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളോട് അവർ പടവെട്ടും, പടവാളെടുത്ത് ഞങ്ങളോട് അവർ യുദ്ധത്തിന് വരും. എന്നിട്ട് ഞങ്ങളിൽ നിന്ന് അങ്ങനെ കിട്ടുമെങ്കിൽ അവർ രസം വാങ്ങും. ഈ റമദാൻ ആയപ്പോഴല്ലേ നമ്മൾ പത്രത്തിൽ വായിച്ചത്, ഇന്ത്യക്കാരിയായ ഒരു സിനിമാ നടി കോടാനുകോടിയുടെ മയക്കുമരുന്ന് സംഘത്തിനും അതിന്റെ മാഫിയക്കും നേതൃത്വം നൽകുന്നു എന്ന്. അല്ലേ? എന്താണ് സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത്. 1 ഗ്രാമിന്റെ വില എത്ര? ലക്ഷങ്ങൾ. 1 ഗ്രാമിന് മയക്കുമരുന്ന്, 1 ഗ്രാമിന് എത്രയാ വില? ലക്ഷങ്ങൾ. 1 കിലോക്ക് എത്രയാ വില? കോടികൾ.
ഏതാനും ഗ്രാമുകൾ അല്ലെങ്കിൽ ഏതാനും കുറഞ്ഞ തൂക്കം, അതിനാണ് 2000 കോടി 3000 കോടി ഒക്കെ മാർക്കറ്റ് റേറ്റ് വിലയുണ്ട്. അപ്പോൾ മനുഷ്യൻ, നമ്മൾ ആലോചിക്കണം, എന്തിനാണ് മനുഷ്യൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടവൻ പണം ചെലവഴിക്കുന്നതിന് കണക്കുണ്ടോ? അതെ, അള്ളാഹു കാക്കട്ടെ, പടച്ചറബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഏത് രാജ്യത്തും ഏറ്റവും വലിയ വ്യവസായം എന്നത് മദ്യവും മയക്കുമരുന്നുമായി മാറി. കാരണം മനുഷ്യൻ എത്ര പൈസ ചെലവാക്കിയാലും വേണ്ടില്ല, ആ പണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര കൊള്ളയടിച്ചാലും എത്ര ഏത് രൂപത്തിൽ അവിഹിതമായി സമ്പാദിച്ചാലും അതിനങ്ങോട്ട് അടിമപ്പെട്ടു പോയി. അപ്പോൾ 1 ഗ്രാം പുകച്ചു മൂക്കിലേക്ക് കയറ്റാൻ അല്ലെങ്കിൽ ഒരു തുള്ളി ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ഈ മയക്കുമരുന്നിനു വേണ്ടി കോടികൾ, കോടാനു കോടി രൂപയല്ലേ മനുഷ്യൻ ചെലവാക്കുന്നത്? അന്താരാഷ്ട്ര തലത്തിൽ പരന്നു കിടക്കുന്ന ഈ മാഫിയകൾ, അതിലൂടെ പണമുണ്ടാക്കുന്നവർ, അതിന് അടിമപ്പെട്ടു പോയവർ, അതിന്റെ നേതൃത്വത്തിലുള്ളവർ, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ ഈ ആനന്ദങ്ങൾക്ക് വേണ്ടി, അതുകൊണ്ടാണല്ലോ ഈ പണമുള്ള ആളുകള് അവരതിന് ചെലവാക്കാൻ തയ്യാറാവുന്നത്. അല്ലേ? ഇവിടെ നോക്കി, ഇതിന് അടിമപ്പെട്ട ആള് 1 ഗ്രാം കിട്ടാൻ വേണ്ടി കോടികൾ ചെലവഴിക്കാൻ തയ്യാറാവാണ്. കാരണം അതിന്റെ രസം, അതിന്റെ ആനന്ദം അത് അവ മനസ്സിലാക്കിയിട്ട് അല്ലേ, കോടികൾ ചെലവാക്കാൻ തയ്യാറാവുക. എന്നാൽ അവനോട് പറയാ, ഇത് പള്ളിക്കൽക്ക് 1 ഗ്രാം സ്വർണം കൊടുക്കുമെന്ന് വെച്ചാൽ അല്ലേ? കാരണം അതിന്റെ രസം അവന് ചിന്തിക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? ചിന്തിക്കണം. ദുനിയാവിലിനി ഒരു മദ്യമല്ല, മയക്കുമരുന്നല്ല, പെണ്ണല്ല, വ്യഭിചാരല്ല, എന്തൊക്കെ ആസ്വാദനം, സുഖം എന്ന് എന്തൊക്കെ പറഞ്ഞോ, രാജാക്കന്മാരനുഭവിക്കുന്ന സുഖങ്ങളും ആസ്വാദനങ്ങളും, അതിനാണല്ലോ അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു, ഏറ്റവും നല്ല ഭക്ഷണം, ആ ഭക്ഷണം എവിടെയാണോ കിട്ടുക, രാജാക്കന്മാർ അതിന് പണം ചെലവാക്കും, അത് വരുത്തി അത് കഴിക്കും. ഏറ്റവും മുന്തിയ വസ്ത്രം എവിടെ കിട്ടുക, ഏറ്റവും മുന്തിയ ആഭരണം എവിടെയാ, ഏറ്റവും വിലപിടിപ്പുള്ള മുത്തും രത്നവും എവിടെയാ, അത് രാജാക്കന്മാർ അവർ കൈവശപ്പെടുത്തും. അതിനുവേണ്ടി അവർ പണം ചെലവഴിക്കും, അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്യും, അതിനുവേണ്ടി എന്തും അവർ ചെയ്യാൻ തയ്യാറാവും. സുഖങ്ങളും ആസ്വാദനങ്ങളും, ഇതാണ് രാജാക്കന്മാരുടെ രീതി. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖം, ഈമാനിന്റെ മധുരം, അതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. അതിന്റെ രസം എന്താണ് എന്ന് വിശദീകരിച്ചാൽ തിരിയൂല. അത് അനുഭവിച്ച് അതിന്റെ രസം മനസ്സിലാക്കിയാൽ രാജാക്കന്മാരും രാജകുമാരന്മാരും ഞങ്ങളോട് യുദ്ധം ചെയ്ത് അത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമെന്ന് സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയിലേക്ക് വരണം. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവണം. തഖ്വ ഉണ്ടാവുമ്പോഴാണ് മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന. ഈമാനിന്റെ ആളുകളെയാണ് അഭിസംബോധന. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനിന്റെ ആളുകളെ, അല്ലയോ മുഅ്മിനീങ്ങളായ ആളുകളെ, നിങ്ങൾ അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈമാനുണ്ട്. നിങ്ങൾക്ക് ഈമാനുണ്ട്. ഈമാനുള്ളവരോടാ വർത്താനം, ഈമാനുള്ളവരോടാണ് വർത്തമാനം. അല്ലേ? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഇത് മുത്തഖീങ്ങൾക്ക്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾ ആരാണ്? മുത്തഖീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവര് ഈമാനുള്ളവരാണ്. അവർ ഈമാനുള്ളവരാണ്. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് തഖ്വ. അതുകൊണ്ട് ആ തഖ്വ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം, യഥാർത്ഥത്തിലുള്ള തഖ്വ ഉണ്ടാവണം. ആ തഖ്വ ഉണ്ടാവാനാണല്ലോ നോമ്പും നിസ്കാരവും ഇബാദത്തും എല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ജുമുഅക്ക് പ്രധാനപ്പെട്ട വസിയത്ത് തഖ്വ ഉണ്ടാവാനുള്ള വസിയത്താണ്. ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, തഖ്വയുടെ ഫായിദകൾ ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും. ഒന്ന്, ഈമാനിന്റെ
ഈമാൻ ശക്തിപ്പെടുത്താനും ഈമാനിന്റെ മധുരം അനുഭവിക്കാനും മുത്തഖീങ്ങൾക്കേ കഴിയൂ. അതിന് തഖ്വ ഉണ്ടാവണം. തഖ്വ ഉണ്ടായാൽ ഒന്ന്, അതിന്റെ ഫായിദകൾ, അതിന്റെ നേട്ടങ്ങൾ ഒന്ന്, അൽ ഹിഫ്ളു വൽ ഹിറാസത്തു മിനൽ അഅദാ. തഖ്വ ഉണ്ടായാൽ ശത്രുക്കളിൽ നിന്ന് അല്ലാഹുവിന്റെ കാവലും സംരക്ഷണവും ലഭിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുക്കും കൈദുഹും ശൈആ. നിങ്ങൾക്ക് ഈമാനുണ്ടായാൽ, ഈമാനിന്റെ ഭാഗമായ സബർ നിങ്ങൾക്കുണ്ടായാൽ, നിങ്ങൾക്ക് തഖ്വയുണ്ടായാൽ, ലാ യദുർറുക്കും കൈദുഹും ശൈആ, ഒരു ശത്രുവിന്റെ കുതന്ത്രവും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയൂല. എല്ലാ തരത്തിലുള്ള ആഴതായ ശത്രുക്കളിൽ നിന്ന് അള്ളാന്റെ ഹിഫ്ള്, പടച്ചറബിന്റെ ഹിറാസത്ത് കിട്ടാൻ കാരണമാകും തഖ്വ എന്ന് ഒന്ന്. രണ്ടാമത്തെ നേട്ടം ഇസ്ലാഹുൽ അമലി വ ഗുഫ്റാനു ദുനൂബ്. കാര്യങ്ങളൊക്കെ നന്നാവും, കാര്യങ്ങളൊക്കെ മസ്ലഹത്തിലാവും. ഇസ്ലാഹുൽ അമൽ, അമലുകളൊക്കെ നന്നാവും, കാര്യങ്ങളൊക്കെ നന്നാവും, പാപങ്ങൾ പൊറുക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിത് കേൾക്കാറുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം കേട്ടോ. ഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നേരായ സംസാരം സംസാരിക്കണം, സംസാരം സൂക്ഷിക്കണം. അത് തഖ്വയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് തഖ്വയോട് ചേർത്തി പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവണം. വർത്താനത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം, നേരായ സംസാരം സംസാരിക്കണം. സത്യം, നീതി, ന്യായം, ഗീബത്തും നമീമത്തൊന്നുമില്ലാതെ നല്ല സംസാരം, നേരായ സംസാരം തഖ്വയുടെ ഭാഗമാണത്. അതുണ്ടായാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. മൂന്നാമത്തെ നേട്ടം മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഹുബ്ബ് കിട്ടാൻ കാരണമാകും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദുനിയാവിന്റെ ആളുകൾക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ, ദുനിയാവിന്റെ ആളുകൾക്ക് ദുനിയാവും കിട്ടിയില്ല, ആഖിറവും കിട്ടിയില്ല. ആഖിറത്തിന്റെ ആളുകൾക്ക് ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. കാരണം ആഖിറത്തിന്റെ ആളുകൾക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഹുബ്ബാണ്. കാരണം അല്ലാഹ് പറഞ്ഞു, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അപ്പോൾ അത് നാലാമത്തെ നേട്ടം അല്ലേ. ഒന്ന് അല്ലാഹുവിന്റെ കാവല്, രണ്ട് കാര്യങ്ങളൊക്കെ അമലുകളൊക്കെ അല്ലാഹു നന്നാക്കി തരാ, മൂന്ന് പാപങ്ങൾ പൊറുക്കുക, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നാല് ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയുള്ളവരെ അല്ലാഹ് ഇഷ്ടപ്പെടും, അല്ലാഹുവിന്റെ മഹബ്ബത്ത്. അഞ്ച് അൽ ഇക്റാം, അല്ലാഹുവിന്റെ ബഹുമാനം. അല്ലാഹു ബഹുമാനിക്കും, അല്ലാഹു ബഹുമാനിക്കും അല്ലേ. പടച്ചോ നമ്മളങ്ങോട്ട് ബഹുമാനിക്കാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ബഹുമാനിക്കുന്നവർ ഏറ്റവും വലിയ തഖ്വയുള്ളവരാണ് എന്ന് ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആറാമത്തെ നേട്ടം അൽ ബിശാറത്തു ഇൻദൽ മൗത്ത്, മരിക്കുന്ന നേരത്തെ ഏറ്റവും വലിയ സന്തോഷം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. എന്താണ് ഔലിയാക്കളുടെ പ്രത്യേകത? എന്താണ്, ആരായിരുന്നു അവര് ഈമാനുള്ളവരായിരുന്നു, തഖ്വയുള്ളവരായിരുന്നു. അല്ലദീന ആമനു, അവർ ഈമാനുള്ളവരായിരുന്നു. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായിരുന്നു. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ സന്തോഷ വാർത്തയുണ്ട്. ലഹുമുൽ ബുശ്റാ, അവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയുണ്ട്. ദുനിയാവ് തന്നെ, ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവ് തന്നെ, വഫിൽ ആഖിറ, ആഖിറത്തിലും. അത് ഏറ്റവും പ്രധാനം. ആ ആയത്തിൽ പറഞ്ഞ ദുനിയാവിൽ തന്നെയുള്ള സന്തോഷ വാർത്ത എന്ന് പറഞ്ഞ മരണസമയത്തുള്ള സന്തോഷ വാർത്തയാണ്. മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ, അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള മഹാന്മാര് ആ സന്തോഷ വാർത്ത കേട്ടും ആ സന്തോഷങ്ങൾ കണ്ടും ആ സന്തോഷങ്ങൾ അനുഭവിച്ചു മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിച്ചത്, സന്തോഷിച്ച് മരിച്ചത്.
ചിരിച്ചു മരിച്ച് കുലുങ്ങി ചിരിച്ച് മരിച്ച ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുലുങ്ങങ്ങനെ ചിരിച്ചിട്ട് മരിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നമുക്ക് നൽകട്ടെ. ഏഴാമത്തെ നേട്ടം അന്നജാതു മിനന്നാർ, നരകത്തുനിന്നുള്ള രക്ഷ. ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. പിന്നെ നാം രക്ഷപ്പെടുത്തും. ثم ننجي الذين اتقوا, തഖ്വയുള്ളവരെ പിന്നെ നാം രക്ഷപ്പെടുത്തും നരകത്തിൽ നിന്ന് എന്ന് അള്ളാന്റെ വാഗ്ദാനം. എട്ടാമത്തെ നേട്ടം അൽ ഖുലൂദു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കാലാകാലമുള്ള താമസമാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വീതി വിസ്താരം തന്നെ നീളമല്ല, വീതി വിസ്താരം തന്നെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. ആ സ്വർഗം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. പിന്നെയോ ഒമ്പതാമത്തത് അന്നജാതു മിനശ് ശദാഇദ്, ദുനിയാവിൽ തന്നെ ഉള്ള ഇടങ്ങർ മുസീബത്തുകൾ ശിദ്ദത്തുകളിൽ നിന്നുള്ള രക്ഷ. പത്താമത്തത് വഹ്സൂൽ റിസ്ഖിൽ ഹലാൽ, ഹലാലായ റിസ്ഖ് വരുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, തഖ്വ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ശിദ്ദത്തുകൾ, അടങ്ങറ്, മുസീബത്ത്, ബുദ്ധിമുട്ടുകൾ അല്ലാഹു എന്നൊക്കെ രക്ഷ തരും. തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു രക്ഷ തരും. അല്ലാഹു രക്ഷ നൽകട്ടെ. വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുകയും ചെയ്യുമെന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട അല്ലാമ ശഅറാവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, 4 കാര്യങ്ങൾ ഉണ്ടായാൽ അത് ഈമാനിന്റെ മധുരത്തിന് കാരണമാകും. ആ 4 കാര്യം ഉണ്ടായാൽ ആ മനുഷ്യൻ തൗബ ചെയ്യുകയും ചെയ്യും. 4 കാര്യം ഉണ്ടായാൽ ഈമാനിന്റെ മധുരം ഉണ്ടാവും. ആ 4 കാര്യം ഉണ്ടായാൽ അവൻ തൗബ ചെയ്യുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തിന്റെ ദിവസങ്ങളാണ്, തൗബ ചെയ്യേണ്ട ദിവസങ്ങളാണ്. നമ്മൾ പറഞ്ഞു തൗബ ചെയ്യാൻ പ്രത്യേകമായി മഗ്ഫിറത്തിന്റെ ദിവസങ്ങൾ അത് കഴിഞ്ഞു പോയി. ഇനി 2 ദിവസം, ഇന്ന് 18, അത് ഇതാപ്പണ്ട് കഴിയും. പിന്നെ 19, 20, 2 ദിവസം, നാളെ മറ്റന്നാളും കഴിഞ്ഞു അല്ലെ. ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, ഇന്ന് വരാൻ പോകുന്ന രാത്രി വെള്ളിയാഴ്ച രാവ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ പാപികളാണ്, പാപം ചെയ്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഞാനൊരു ഹദീസ് പറയാം. ആ 4 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ഹദീസ് പറയാം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയൻഫഉൽ അബ്ദ ബിദ്ദംബി യുദ്നിബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരടിമക്ക് പാപം കൊണ്ട് ഉപകാരം കൊടുക്കും എന്ന്. എങ്ങനെ? ഇന്നല്ലാഹ, അല്ലാഹു ലയൻഫ, അല്ലാഹു ഉപകാരം ചെയ്യും. അൽ അബ്ദ, ഒരടിമക്ക്, ബിദ്ദംബി, പാപം കൊണ്ട്, യുദ്നിബു, അവൻ ചെയ്യുന്ന പാപം കൊണ്ട്.
നമ്മൾ അള്ളാന്റെ അടിമകളാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ പരിപാടി? നമ്മൾ ചെയ്യുന്ന തെറ്റ്, പാപം, ആ പാപം കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉപകാരം ചെയ്യും. അല്ലേ? എങ്ങനെ പാപം കൊണ്ട് ഉപകാരം കിട്ടുക? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഒരടിമ, ഇന്നൽ അബ്ദ, ഒരടിമല്ല, യഅമലു ദംബ്, ഒരു പാപം ചെയ്യാണ്. ഓൻ യഥാർത്ഥ അടിമയാണ്, അവൻ മുത്തഖിയാണ്, ഈമാനുള്ള ഒരു മുത്തഖിയായ ഒരു അടിമയാണെങ്കിൽ അവനൊരു തെറ്റ് ചെയ്താൽ ഫലാ യൻസഹു, പിന്നെ അവൻ അത് മറക്കൂല, ആ തെറ്റവൻ മറക്കൂല. ആ തെറ്റും ആ കുറ്റബോധവും അവന്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ വലാ യസാലു മുതഗവ്വിഫൻ മിൻഹു, എപ്പോഴും അവന് പേടിയുണ്ടാവും. പടച്ചോനെ, ഞാൻ അന്ന് അങ്ങനെ തെറ്റ് ചെയ്തല്ലോ. നമ്മുടെ തെറ്റുകൾ നമുക്കൊരു ഉപകാരമല്ല. കാരണം നമ്മുടെ തെറ്റൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു. നമ്മുടെ തെറ്റ് നമ്മൾ വില വെച്ചില്ല. നോക്ക നമ്മളെ എത്ര തെറ്റ് വല്ല കണക്കുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ മുമ്പ്, ജീവിതത്തിൽ എത്ര തെറ്റാ ചെയ്ത്, ഞാൻ പ്രായപൂർത്തി എത്തിയത് മുതൽ 36 തെറ്റാ ചെയ്തെന്ന് കണക്ക് വെച്ച മഹാന്മാർ കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ എത്ര നുണ പറഞ്ഞു, വല്ല കണക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഒന്ന് പറയും. എത്ര ഗീബത്ത് പറഞ്ഞു, വല്ല കണക്കുണ്ടോ? നമ്മൾ ചെയ്ത തെറ്റിന് വല്ല കണക്കുണ്ടോ? ചെറുതും വലുതോ നമുക്കത് അറിയോ? എന്നാ ചെയ്ത് ഓർമ്മ ഉണ്ടോ? അല്ലേ? നമ്മളത് പരിഗണിച്ചിട്ടല്ലോ. എന്നാൽ തഖ്വയുള്ള ആളുകൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അല്ലാഹനെ പേടിക്കുന്ന അടിമകൾ, അവർക്കൊരു തെറ്റ് പറ്റിയാൽ അവരൊന്നും മറക്കൂല. ഫലാ യൻസാവു, ആ തെറ്റിനെ അവർ മറക്കൂല. ആ തെറ്റ് എപ്പോഴും മനസ്സിലിങ്ങനെ വരും, പടച്ചോനെ പൊറുക്കണേ റബ്ബേ. അപ്പൊ പേടി വരും, തൗബ ചെയ്യും. ആ തെറ്റിനിങ്ങനെ ഓർത്ത് തൗബ ചെയ്യും. അങ്ങനെ പേടിച്ചു കൊണ്ടേയിരിക്കും. ആ പേടി, ആ പടച്ചോനെ പേടി, ആ തെറ്റ് ചെയ്തത് കാരണം പടച്ചോനെ ശിക്ഷിക്കല്ലേ അല്ലാ, ഞാൻ അന്ന് ആ തെറ്റ് ചെയ്ത കാരണം എന്നെ ശിക്ഷിക്കല്ലേ അല്ലാ എന്നുള്ള ആ ഒരു തേട്ടം, ആ ഒരു പേടി, അത് മരിക്കോളം, മരിച്ച് ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറുവോളം ആ പേടി, ആ ഖൗഫ് അവന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് അതിനൊക്കെ കൂലിയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ആ തെറ്റ് ഉപകാരം ചെയ്തില്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ഒറ്റ തെറ്റിന് ഒരു വട്ടം 1,00,000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി. ഒരൊറ്റ തെറ്റ് പൊറുപ്പിക്കാൻ വേണ്ടി ഓരോ പാപം പൊറുപ്പിക്കാനും 1000 റക്അത്ത് നിസ്കരിച്ചു. ആ ഓരോ 1000 റക്അത്തിലും ഓരോ റക്അത്തിലും ഖുർആൻ ഖത്തം തീർക്കുകയും ചെയ്തു. എന്തേ കാരണം? അല്ലെ? ഒരാള് നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നോക്ക് 36 തെറ്റ് ചെയ്തത് അയാൾക്ക് എത്ര കൂലി കിട്ടി? കാരണം അയാൾ 36,000 റക്അത്ത്, അല്ലെ, 36,000 റക്അത്ത് നിസ്കരിച്ചു. ആ ഓരോ റക്അത്തിനും ഖത്തം തീർത്തു. 36,000 ഖത്തം ഓതി. ഒരാൾക്ക് 36,000 റക്അത്ത് നിസ്കരിച്ച കൂലി, 36,000 ഖത്തം നിസ്കാരത്തിൽ തീർത്ത കൂലി കിട്ടാൻ എന്തേ കാരണമായത്? അയാൾ 36 തെറ്റ് ചെയ്താണ്. അപ്പോൾ അയാൾ ചെയ്ത തെറ്റ് അയാൾക്ക് വലിയ ഉപകാരം ചെയ്തു. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന് അനീനുൽ മുദ്നിബീൻ അഹബ്ബു ഇലൈഹി മിൻ സജ്നിൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചൊല്ലുന്നവരുടെ മനോഹരമായ ശബ്ദത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം, പടച്ച റബ്ബിന് ഇഷ്ടം പാപികളുടെ തേങ്ങലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രസത്തിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. രാവിലെയും വൈകുന്നേരവും ഒരു 100 തവണ ഈ തസ്ബീഹ് ചൊല്ലാൻ മഹാനായ മുത്തുനബി പഠിപ്പിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. 3 ഉണ്ട്. സബ്ബിഹ് തസ്ബീഹ് ഉണ്ട്, ബിഹംദി റബ്ബിക തഹ്മീദ് ഉണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്. ഇത് 3 കൂടിയതാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് എല്ലാം അതിലുണ്ട്. എന്തൊരു രസാണ് അതിങ്ങനെ, എന്തോ ഒരു ശൈലിയിലും ശബ്ദത്തിലും രാഗത്തിലും അതിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ തസ്ബീഹുകാര് മനോഹരമായി ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ അതിന്റെ മുഴക്കം, അതിന്റെ ആനന്ദം, അതിന്റെ ശബ്ദം, അത് കേൾക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അതിനേക്കാൾ വലിയ ഇഷ്ടം എന്താണ്? അനീനുൽ മുദ്നിബീൻ, പാപികളെ ഇങ്ങനെ തേങ്ങുന്നതാണ്, അവരിങ്ങനെ ഖേദിക്കുന്നതാണ്, പാപികളുടെ കരച്ചിലാണ്.
പാപികളുടെ തേങ്ങലാണ്. അതാണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടല്ലോ, പച്ചന്മാരെ തെറ്റ് ചെയ്ത ആളുകൾ പേടിച്ച് കരഞ്ഞ് മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഇത് അള്ളാന്റെ ഒരു രീതിയാണ്. തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് എന്നാ തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഈ പറയണത്, തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ഒരു ഇഷ്ടം അതാണ് അല്ലേ? പടച്ച റബ്ബിന്റെ ഇഷ്ടം അങ്ങനെയാണ്. എങ്ങനെ? നമ്മളിങ്ങനെ പടച്ചോനെ ഇത് പുറത്തുണ്ട് റബ്ബെ, അള്ളാന്റെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ കെഞ്ചി യാചിച്ച് താഴ്ന്നിങ്ങനെ പറയാം, എപ്പോഴും അള്ളാഹിന്റെ കൂടെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. തെറ്റൊന്നും ചെയ്യല്ലോ, അങ്ങനെ ഓന്റെ വഴിക്ക് അങ്ങനെ നടക്കുന്നുണ്ട്, ഒരു സെറുമല്ല അല്ലേ, ഒന്നും ചെയ്യൂല, ഒരു ഉപദ്രവം ചെയ്യൂല, ഒരു തെറ്റും ചെയ്യൂല, ഓനിങ്ങനെ ഓന്റെ വഴിക്കും ഇങ്ങനെ പോകുന്നു അല്ലേ. തെറ്റുകാര് അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ കാരണം അതുകൊണ്ട് അത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അപ്പോൾ തെറ്റുകാര് പേടിക്കരുത്. മനുഷ്യനായാൽ തെറ്റ് സംഭവിക്കും. ഔലിയാക്കൾക്ക് പോലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ദുനിയാവിൽ എന്തിനാണ് അള്ളാഹ് തെറ്റ് നൽകുന്നത്? അത് മുഅ്മിനീങ്ങൾക്ക് സ്വർഗം നൽകാനും കാഫിര്യങ്ങൾക്ക് നരകം കൊടുക്കാനുമാണ്. തെറ്റിന് എന്തിനാണ് അള്ളാഹ് ദുനിയാവിലേക്ക് ഇറക്കിയത്? തെറ്റുകളെ അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കി അല്ലേ. മുഅ്മിൻ വ്യഭിചരിച്ചു, ഓന് ആ വ്യഭിചരിച്ച് തൗബ ചെയ്താൽ അള്ളാഹുവിന് സ്വർഗം കൊടുക്കും. ഒരു കുഫ്രിയത്തിന്റെ ആള് വ്യഭിചരിച്ചു, അള്ളാഹുവിന് ശിക്ഷയും കൊടുക്കും. തെറ്റുകൾ അള്ളാഹ് ദുനിയാവിലേക്ക് ഇറക്കിയതിന് എന്തിനു വേണ്ടിയിട്ടാണ്? മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കൊടുക്കാനും അല്ലാത്തവർക്ക് ശിക്ഷ കൊടുക്കാനുമാണ്. അള്ളാഹു സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചിന്ത മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. എന്നാ നമുക്ക് തെറ്റ് ചെയ്യാം, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാത്തരേ. ഇന്നിപ്പോ വയലിന് പോയിട്ട് ഇപ്പൊ കിട്ടിയ വലിയൊരു ഇൽമ, തെറ്റ് ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് വലിയൊരു പറഞ്ഞു, അപ്പൊ നമ്മളൊക്കെ തെറ്റ് ചെയ്യാം. അങ്ങനെയല്ല, അത് മനഃപൂർവ്വം തെറ്റിയല്ല, അത് അള്ളാഹിനെ കളിയാക്കല, അത് ധിക്കാരാണ്. തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിനെക്കുറിച്ചാണ്. മനഃപൂർവ്വം തെറ്റ് ചെയ്താൽ അത് കുഫ്രിയത്തിന് കാരണമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെയാണല്ലോ, മനഃപൂർവ്വം ഒരാൾ നിസ്കരിച്ചില്ല, ഓന്റെ തലവട്ടണം എന്ന് കോടതി വിധിക്കൂല. പക്ഷെ ഒരാൾ നിസ്കാരത്തെ നിഷേധിച്ചുകൊണ്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിക കോടതി അവന്റെ തലവട്ടണം എന്ന് വിധിക്കും. കാരണം നിഷേധിച്ചു എന്നതാണ് വിഷയം, ചെയ്യാത്തതല്ല അല്ലേ. വ്യഭിചരിച്ചു, പക്ഷേ വ്യഭിചരിച്ചപ്പോ എന്താ? അതൊന്നും അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. അള്ളാനെ നിഷേധിച്ച അള്ളാനെ കളിയാക്കി എന്ത് ശിക്ഷ? നരകം. അങ്ങനെയൊന്നുമില്ല, ഒക്കെ വെറുതെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തമ്മാടിത്തരം ചെയ്യുകയാണെങ്കിലോ അവിടെയാണ് വിഷയം. അബദ്ധം പറ്റിപ്പോയാൽ അതിൽ തൗബ ചെയ്യാനുള്ള മനസ്സ് കണ്ണീരൊലിപ്പിച്ച് റബ്ബിലേക്ക് തേങ്ങി മടങ്ങിയാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം കാരണം ഉപകാരം ചെയ്യുന്നു. ഇനി ഒന്നുകൂടെ മുത്തുനബി പറഞ്ഞു, അപ്പൊ കുറച്ചും കൂടെ വ്യക്തത വരും. അള്ളാന്റെ റസൂല് പറഞ്ഞു മറ്റൊരു ഹദീസ്, ലൗലം തുദ്നിബൂ ലഖശീതു അലൈക്കും മാ ഹുവ അശദ്ദു മിൻ ദാലിക. നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് അതിനേക്കാൾ വലുതാണ്. അതെന്താ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഉജ്ബ്, പൊങ്ങച്ചം അല്ലേ. മനസ്സിലായില്ല? എങ്ങനെ? ഒരാള് ഒരു തെറ്റും ചെയ്യൂല, നല്ല മനുഷ്യനാണ്, എല്ലാ കൊല്ലം ഹജ്ജിന് പോവും, നോമ്പും നിസ്കാരം, ഓരോ ദിവസം എത്ര നിസ്കാരം, എത്ര ഖുർആൻ ഖത്തം തീർക്കണം, എത്ര ദിക്ർ ചൊല്ലണത്, എത്ര സദഖ, ഇതന്നെ നല്ലതന്നെ, ഒരു തെറ്റുകൾ ചെയ്യൂല. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അയാൾക്കുണ്ടാകുന്ന ഉജ്ബ്. എന്താ ഉജ്ബ്? ഞാൻ എല്ലാ കൊല്ലം ഹജ്ജിന് പോയ ആളല്ലേ, ഞാൻ എത്ര നിസ്കരിക്കുന്നുണ്ട്, ഞാൻ എത്ര ദിക്റാ ചൊല്ലിയത് അല്ലേ. അങ്ങനെ അതിന്റെ ഒരു പൊങ്ങച്ച മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്. മറ്റുള്ള എന്റെ ചങ്ങായേ ജയ്, എന്റെയൊക്കെ കാര്യം കഷ്ടത്തിലാട്ടോ, ഓന്റെ ഒക്കെ കാര്യം നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളു. കാരണം എന്താ? നമ്മൾ എത്ര എല്ലാ കൊല്ലം ഹജ്ജിന് പോയില്ലേ, നിസ്കാരം നോമ്പ് എത്രയും. എന്നിട്ട് മറ്റോലെങ്ങനെ തരം താഴ്ത്ത, ഓന്റെ കോലെന്താ, ഓന് നിസ്കരിക്കുവോ, അങ്ങനെ ആക്കുവോ. എന്നാൽ ചിലപ്പോ അയാളായിരിക്കും രക്ഷപ്പെടുക. ആര്? ഇവന്റെ ഈ അഹങ്കാരം കാരണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു, അഹങ്കാരം കാരണം
അമലുകളും ഇബാദത്തുകളൊക്കെ പൊളിഞ്ഞുപോയി. പക്ഷെ കളിയാക്കിയ ഇയാൾ അമലൊക്കെ വാങ്ങി രക്ഷപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പാപികൾ എന്ന് പറഞ്ഞാൽ അവര് അള്ളാന്റെ മുന്നിൽ താഴ്മയുള്ളവരാണ്, അവരെപ്പോഴും പേടിയുള്ളവരാണ്, തെറ്റ് ചെയ്തതിൽ പേടിയുള്ളവരാണ്, അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് യാചിക്കുന്നവരാണ്, അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ കെഞ്ചി താഴ്മയോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പാപികൾക്കായിരിക്കും അള്ളാന്റെ മുന്നിൽ സ്ഥാനം. ഒരു പാപവും ചെയ്യാത്തവർക്ക് അഹങ്കാരം വരാനും പൊങ്ങച്ചം വരാനും സാധ്യതയുണ്ട്. കിബറും ഉജുബും വന്നു കഴിഞ്ഞാൽ എല്ലാ അമലുകളും അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ പേടിക്കണം, അല്ലാഹുവിനെ ഭയപ്പെടണം. കണ്ടോ, ബഹുമാനപ്പെട്ട ശഅറാവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. 4 കാര്യം നിങ്ങൾക്കുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല, തൗബ ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. ഒന്ന് അൻ യഅരിഫൽ അബ്ദു ഖദറ അളമത്തില്ലാഹി അസ്സ വജൽ വ ഖുദറതഹു വ ജബറൂതഹു വ അന്നഹു ഖാദിറുൻ അലാ അൻ യുൻസില ബിഹി ഇഖാബൻ അലീമാ. ഒന്ന്, ഈമാനിന്റെ മധുരം കിട്ടാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സ്ഥാനം, അള്ളാഹുവിന്റെ മഹത്വം, അതിന്റെ ആ പദവി അറിയലാണ്. അൻ യഅരിഫൽ അബ്ദു, ഒരടിമ അവൻ അറിയണം, ഖദറ അളമത്തില്ല, അള്ളാന്റെ മഹത്വം, പടച്ച റബ്ബിന്റെ മഹത്വത്തിന്റെ അളവ്, വ ഖുദറത്തു, അള്ളാന്റെ ശക്തി, പടച്ച റബ്ബിന്റെ അധികാരം, വ ജബറൂത്തു, അള്ളാന്റെ അധികാരം. അള്ളാഹു ആരാണ് എന്ന് ഒരടിമക്ക് അറിയാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ വിഷയം, ഒന്നാമത്തെ പ്രത്യേകത. നമ്മൾ അങ്ങനെ ഒരു വിഷയം തന്നെ മുമ്പ് സംസാരിച്ചു. ഓരോ വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം യതദക്കറൽ അബ്ദുൽ മൗത്ത്, മരണത്തെ ഓർക്കലാണ്. ഈമാനിന്റെ മധുരം ലഭിക്കാൻ, തഖ്വയുണ്ടാവാൻ, തൗബ ചെയ്യാൻ. ഈമാന്റെ മധുരം ഉണ്ടാകുക, അപ്പൊ തഖ്വ ഉണ്ടാവും. തഖ്വ ഉണ്ടായാൽ തൗബ ചെയ്യും. ഇതാണ് അതിന്റെ റൂട്ട്. ഈമാന്റെ മധുരം ഉണ്ടാവണമെങ്കിൽ 4 കാര്യങ്ങൾ. ഈമാന്റെ മധുരം ഉണ്ടായാൽ തഖ്വ ഉണ്ടാവും, തഖ്വ ഉണ്ടായാൽ അപ്പൊ തൗബ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന്, അള്ളാഹനെ അറിയാം. ഒന്നാമത്തത് അള്ളാഹനെ അറിയാം, അള്ളാന്റെ ഖുദ്റത്ത് അറിയാം, ചിന്തിക്കുക, ആലോചിക്കുക. അതിനാണ് ഈ വഅള് കേൾക്കുന്നതും ഖുർആൻ ഓതുന്നതും നസീഹത്ത് കേൾക്കുന്നതും ഹിക്മത്തുകൾ മനസ്സിലാക്കുന്നതൊക്കെ. അള്ളാഹനെ അറിയാം, അള്ളാന്റെ ഖുദ്റത്ത് അറിയാം. രണ്ടാമത്തെ കാര്യം മരണത്തെ ഓർക്കുക. ഒരവസാനമുണ്ട് എന്ന് ഓർമ്മ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഔൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ബനാ മലിക്കും മിമ്മൻ കാന ഖബലക്കും മദീന. ഒരു രാജാവ്, മുൻകഴിഞ്ഞു പോയ കാലത്തെ ഒരു രാജാവ് ഒരു പട്ടണം, ഒരു ടൗണ് പണി കഴിപ്പിച്ചു. അല്ലേ? ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്. അല്ലെ? ഇപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ. ദുബൈയിലൊക്കെ ചെന്നാൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ, ഒരു 10 കൊല്ലം മുമ്പ് പോയ ആളിപ്പോ പോയൊക്കെ ആകെ അന്തം വിടും. കാരണം 10 കൊല്ലം മുമ്പ് ഇവിടെ കടലായിരുന്നു ഫുള്ള്. ഇപ്പൊ അവിടെ കടലില്ല. കാരണം അവിടെ മുഴുവൻ കടൽ തൂർത്ത് അവിടെ എന്തുണ്ടാക്കി, ഒരു ടൗൺ അവിടെ പണി കഴിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അല്ലേ? എന്തൊക്കെ അത്ഭുതങ്ങൾ. ഖത്തറിലെ ഒരു പ്ലാൻ, അത് ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ പത്രത്തിലൊക്കെ വായിച്ചതാണ്. അവിടെ ലോകകപ്പ് ഫുട്ബോൾ വരാൻ പോകുന്നുണ്ട്. ലോകകപ്പ് ആ ഫുട്ബോളിന് വേണ്ടി ഒരു സ്റ്റേഡിയം പണിയുന്നത് കടലിന്റെ ഉള്ളിലാണ്. കടലിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ അടിയിൽ കടലിന്റെ ഉള്ളിൽ സ്റ്റേഡിയം പണിയാണ്. കാരണം ഒരു വലിയൊരു സാധനം, ഒരു തുള്ളി വെള്ളം കയറാത്ത രൂപത്തിൽ ഉണ്ടാക്കി, പിന്നെ അതിന്റെ ഉള്ളിൽ AC ഒക്കെ ഫിറ്റ് ചെയ്ത് വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാനൊക്കെ സൗകര്യമുള്ള
ഒരു സ്റ്റേഡിയം കടലിന്റെ ഉള്ളിലുണ്ടാക്കുക, കടലിന്റെ ഉള്ളില് പട്ടണങ്ങൾ ഉണ്ടാക്കുക, കൃത്രിമമായ ടൗൺഷിപ്പുകൾ പണിതുണ്ടാക്കുക. ഒരു രാജാവ് അങ്ങനെ വലിയൊരു പട്ടണം പഴയ കാലത്തുണ്ടാക്കി. എന്നിട്ടോ വലിയ ഉയരത്തിലും എല്ലാ സൗകര്യങ്ങളിലും എല്ലാ കുറ്റവും കുറവൊക്കെ തീർത്ത് അതിന്റെ പണി തീർത്തു, അതിന്റെ ഉദ്ഘാടനം കഴിച്ചു. എന്നിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ട് ഉദ്ഘാടനത്തിന് ഈ രാജാവ് വലിയ പാർട്ടി ഉണ്ടാക്കി, ഉദ്ഘാടനത്തിന് വലിയ പാർട്ടി ഉണ്ടാക്കി ജനങ്ങളൊക്കെ ക്ഷണിച്ചു. എന്നിട്ടോ ആ പട്ടണം മുഴുവനും ചുറ്റിക്കറങ്ങി വരുന്ന ആളുകളോട് അന്വേഷിക്കാൻ അത് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ടൗൺ മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് തിരിച്ചു വരുന്ന ആളുകളോട് അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഗേറ്റിന്റെ അവിടെ ആളെ നിർത്തി, ടൗണിന്റെ ഗേറ്റിന്റെ അവിടെ ആളെ നിർത്തി. അവരിങ്ങനെ ചോദിക്കും കണ്ടുവരുന്നവരോട്, ഹൽ റഅയ്തും ഐബൻ, നിങ്ങൾ എന്തെങ്കിലും കുറവ് കണ്ടോ? നമ്മൾ ഈ ടൗണിന് എന്തെങ്കിലും കുറവ്, എന്തെങ്കിലും കുറ്റം കുറവ്? വരുന്ന ആളുകളൊക്കെ പറഞ്ഞു യഖൂലും, ഇല്ലല്ല, എന്തോ ഒരു കുറ്റമല്ല, ഒരു കുറവില്ല, എന്താണ് സൗകര്യം, എന്താ അജബൻ അജബാ, എവിടെയും ഒരു കുറ്റം കുറവ് എവിടെയും പറയാനില്ല അല്ലേ? അവിടെ ഒരു ബാത്റൂമിന്റെ കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ അതുണ്ടെന്നോ അവിടെ ഈ സൗകര്യത്തിന്റെ കുറവ് ഒന്നും പറയാനില്ല, ഒരാൾക്കും ഒരു കുറ്റവും കുറവും പറയാനില്ല അല്ലെ? ചില ആളുകൾ കുറ്റം കുറവ് നോക്കി നടക്കാനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ വന്നപ്പോഴും അവരും പറഞ്ഞില്ല അല്ലേ? നമ്മളൊന്നും ചിന്തിക്കാത്തതും കണ്ടുപിടിക്കാത്തതും അവർ കണ്ടുപിടിക്കും എന്തെങ്കിലും കുറ്റം കുറവ്. ചില ആളുകൾ വരുന്നത് തന്നെ അതിനാ ഇല്ലേ, കുറ്റം കുറവ് നോക്കാൻ. അവരും ഒരു കുറ്റവും കുറവും കണ്ടുപിടിച്ചില്ല. അങ്ങനെ അവസാനം അവസാനം കുറച്ചാളുകൾ വന്നു. അവരിങ്ങനെ ഒരു ടീമാണ്. കാരണം എല്ലാവരും ചെന്ന് കാണാൻ രാജാവിന്റെ ഓർഡറാ. അവരൊരു ടീമായിട്ട് അങ്ങനെ വന്നു. അവരങ്ങനെ കറങ്ങി വന്ന് അവസാനം അവർ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ അവരോടും ഇവർ ചോദിച്ചു, ഹൽ റഅയ്തും ഐബൻ, നിങ്ങൾ വല്ല കുറവും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറവ് കണ്ടു, 2 കുറവ്, ഐബൈൻ, 2 കുറവ് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഇതുവരെ ഈ 10,000-കണക്കിന് ആളുകൾ ഒറ്റയാളും കണ്ടുപിടിക്കാത്ത എന്ത് ഐബാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? എന്നാൽ നിങ്ങൾ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കണം. അങ്ങനെ ഫഅദ്ഖലൂഹും അലൽ മലിക്കി, രാജാവിന്റെ മുന്നിൽ ഈ ആളുകളെ ഹാജരാക്കി. കാരണം ഇവരെ ഡ്യൂട്ടി ഇവരെല്ലാവരോടും ചോദിച്ച് പരിശോധിച്ച് അവസാനം കിട്ടിയ ആളുകൾ ഇവരെയാ. അവരെ ഹാജരാക്കിയ രാജാവ് ചോദിച്ചു, നിങ്ങൾ വല്ല ഐബും കണ്ടോ? അതെ, ഞങ്ങൾ 2 ഐബാണ് ഈ നിങ്ങൾ പടികഴിപ്പിച്ച 2 കുറവാണ്, 2 ഐബാണ് നിങ്ങൾ മനോരമായി കോടികൾ ചെലവഴിച്ച് പണി കഴിപ്പിച്ച ഈ പട്ടണത്തിന് കണ്ടത്. എന്താണത്? രാജാവ് ചോദിച്ചു. വമാഹുമാ, എന്താണ് നിങ്ങൾ കണ്ടെത്തിയ 2 ഐബുകൾ, 2 കുറ്റങ്ങൾ, കുറവുകൾ? അപ്പോൾ അവര് പറഞ്ഞു, കാലോ, ഒന്നാമത്തെ ഐബ് രാജാവേ, തഖ്റുബു, ഈ ടൗൺ മുഴുവൻ നശിച്ചു പോകുന്നു. അങ്ങനിപ്പോ ഈ കാണുന്ന കാഴ്ചയിൽ ഒരു കുറ്റം കുറവൊന്നും ഇല്ലെങ്കിലും ഈ സാധനത്ത് മുഴുവൻ എന്താണ്? ഇത് ഒരു കാലത്ത് ഇതൊക്കെ ഇത് കാലാകാലം നിൽക്കൂലാണ്. അതാ പ്രശ്നം, അതാണ് ഐബ്. ഈ കാണുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാൻ ഐബൊന്നുമില്ലെങ്കിലും ഇത് കാലാകാലം നിലനിൽക്കൂലല്ലോ, ഇത് കുറച്ചു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും, അതാണ് ഐബ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഐബ്. പിന്നെ രണ്ടാമത്തത് എന്താ? വയമൂതു സാഹിബുഹാ, ഈ പട്ടണത്തിന്റെ ഉടമ, ആ ഉടമ മരിച്ചു പോവുകയും ചെയ്യും. ഇതിന്റെ ഉടമ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് ഐബ്. അപ്പോൾ ഈ രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് ഫതഅലമൂന ദാറല്ല തഖറബു വലാ യമൂതു സാഹിബുഹാ, ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും നാശമില്ലാത്ത ഏതെങ്കിലും ഭവനം നിങ്ങൾക്കറിയോ? ഏതെങ്കിലും കൊട്ടാരം നിങ്ങൾക്കറിയോ? ഏതെങ്കിലും ടൗണ് നിങ്ങൾക്കറിയോ? സാഹിബ്, അതിന്റെ ഉടമ മരിച്ചു പോകാത്ത ഏതെങ്കിലും കൊട്ടാരമോ, അതിന്റെ നശിച്ചു പോകാത്ത ടൗണോ, അതിന്റെ ഉടമ, അങ്ങനെ ഉടമ മരിച്ചു പോകാത്ത കൊട്ടാരവും ആ ടൗണും ഒന്നും നശിച്ചു പോകാത്ത അങ്ങനെ വല്ലതും നിങ്ങൾക്കറിയുമോ? അപ്പോൾ അവര് പറഞ്ഞു, അതെ, ഞങ്ങൾക്കറിയാം. അതേതാ? അവര് പറഞ്ഞു, ദാറുൽ ജന്ന,
അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചു വെച്ച സുഖലോക സ്വർഗം. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ, ഈ മഹാരാജാവ് ബഹുമാനപ്പെട്ട അഅ്ന ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാം, ഈ മഹാരാജാവ് ഫസ്തജാബ ലഹും, ആ രാജാവ് ഇവരുടെ ദഅവത്ത് കേട്ടു, ഇവരുടെ വഅദ് കേട്ടു, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഈമാനിനെ കുറിച്ച് പറഞ്ഞത് അവരെ അംഗീകരിച്ചു. വൻഖലഅ മിൻ മുൽക്കി, രാജാവിന്റെ അധികാരം രാജാവ് വലിച്ചെറിഞ്ഞു. രാജാവിന്റെ അധികാരം രാജാവ് വലിച്ചെറിഞ്ഞു. വതഅബ്ബദ മഅഹും, എന്നിട്ട് ഇവരുടെ കൂടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. ഈ മഹാന്മാർ, മുത്തഖീങ്ങൾ, ഈമാനിന്റെ ആളുകൾ, ഔലിയാക്കൾ, തത്വജ്ഞാനികൾ, അവരുടെ കൂടെ അവരുടെ ഹിക്മത്ത് കേട്ട് ഈ കൊട്ടാരവും, ഈ പണി കഴിപ്പിച്ച മനോഹരമായ കൊട്ടാരം, അതിന്റെ ഉദ്ഘാടനമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് ആസ്വദിക്കുന്നതിനു മുമ്പ് രാജാവ് അതിന്റെ ഹക്ക്, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് മുഴുവൻ പരിത്യജിച്ച് അധികാരം പോലും വലിച്ചെറിഞ്ഞ് ഈ മഹാന്മാരായ ആളുകളുടെ കൂടെ കൂടി ഈമാനിന്റെ മധുരം അനുഭവിച്ച് പറഞ്ഞല്ലോ അല്ലെ. അതെന്താണെന്ന് അനുഭവിച്ചാൽ പിന്നെ രാജാക്കന്മാര് അത് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടുന്നു പറഞ്ഞില്ലേ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്നതുപോലെ ഈ രാജാവ് കൂടെ കൂടി. സുബ്ഹാനല്ലാഹ്. അഅ്ന ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഈ ചരിത്രം പറയാറുണ്ട്. ഒരു ദിവസം ഈ ചരിത്രം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അഅ്ന ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഅദ് പറഞ്ഞപ്പോൾ ഈ ചരിത്രം പറഞ്ഞത് കേട്ടു. അത് കേട്ടപ്പോ ബഹുമാനപ്പെട്ടവര് രാജാവാണല്ലോ അല്ലേ, ഇങ്ങനത്തെ രാജാവല്ലെങ്കിലും ഭരണാധികാരിയാണല്ലോ. ഫവഖഅ മിൻഹു മൗഖിയൻ ഹത്താ ഹമ്മ അൻ യഖ്ലഅ നഫ്സഹു മിനൽ മുൽക്ക്, അധികാരം രാജിവെക്കണം. ഈ ചരിത്രം കേട്ടപ്പോൾ, ഈ സംഭവം കേട്ടപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ അധികാരം ഒഴിയാൻ വേണ്ടി ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അധികാരം ഒഴിയാണ്, ഞാൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാണ്, ഞാൻ അധികാരം ഒഴിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറഞ്ഞു. ഫഅതാഉ ഇബ്നു അമ്മിഹി മസ്ലമ, അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പിതൃവിന്റെ മകൻ മസ്ലമത്ത് റളിയല്ലാഹു തആല വന്ന് പറഞ്ഞു, മഹാനവറുകളെ, അമീറുൽ മുഅ്മിനീൻ ഇത്തഖില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. യാ അമീറുൽ മുഅ്മിനീൻ ഫി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഉമ്മത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ചെന്ന അധികാരമാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ അമീറാണ്. നിങ്ങൾക്ക് ഈ കിട്ടിയ അധികാരം അത് നിങ്ങൾ കൈയൊഴിഞ്ഞാൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഫല്ലാഇല ഇൻ ഫഅൽത, അങ്ങെങ്ങാനും അത് ചെയ്താൽ, നിങ്ങൾ രാജിവെച്ചാൽ, നിങ്ങൾ അധികാരം കൈയൊഴിഞ്ഞാൽ ജനങ്ങൾ തമ്മിലടിക്കും. ലയഖ്തുലന്ന ബിഅസ്യാഫിഹിം, ആഭ്യന്തര കലാം രൂപപ്പെടും. പിന്നെ നേതൃത്വത്തിന് അപകടം വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും, മുഅ്മിനീങ്ങൾ തമ്മിൽ തല്ലും. അതുകൊണ്ട് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു മസ്ലമ റളിയല്ലാഹു തആല അൻഹു പിന്തിരിപ്പിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ വൈഹക യാ മസ്ലമ അമൽതു മാ ലാ അതീഖ്, എനിക്ക് കഴിയാത്ത ഭാരമാണ് ഞാൻ ചുമക്കുന്നത്. അള്ളാന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരൂലേ. വജഅല യുറദ്ദുഹാ, എനിക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ് ഞാൻ വഹിക്കുന്നത്. അള്ളാന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരൂലേ എന്ന് ബഹുമാനപ്പെട്ടവർ പിന്നെയും പറഞ്ഞു. പക്ഷേ മസ്ലമ റളിയല്ലാഹു തആല അൻഹു വിട്ടില്ല. ബഹുമാനപ്പെട്ടവർ അങ്ങനെ അതിന്റെ ഗൗരവം പറഞ്ഞ് അവസാനം അടങ്ങി. ഹത്താ സകന, അടക്കി നിർത്തി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മുഅ്മിനീങ്ങളെ രണ്ടും അറിഞ്ഞയാളാണ്. അധികാരത്തിന്റെ പദവിയും സമ്പത്തിന്റെ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ തഖ്വയുടെ ഈമാനിന്റെ മധുരവും അറിഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ചരിത്രം പറഞ്ഞു പോകാന്നല്ലാതെ അല്ലേ, ഇതേപോലെ എത്ര ചരിത്രം കേൾക്കുന്നു, എന്തൊക്കെ പറയുന്നു, വല്ല സ്വാധീനം ഉണ്ടാക്കാറുണ്ടോ? ഇത് ഇങ്ങനെ ഒരു ചരിത്രം കേട്ടപ്പോ, ഈ ഒരു ചരിത്രം കേട്ടു, ഒരു വയല് കേട്ടൊരു ചരിത്രം കേട്ടപ്പോൾ അധികാരം കൈയൊഴിയാൻ തയ്യാറാവാണ് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. അവരുടെയൊക്കെ ഈമാൻ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ,
ഈ ദുനിയാവ് കെട്ടിപ്പൊക്കിയ ഈ രാജാവിനോട് നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അതങ്ങോട്ട് മണ്ടേ കയറി. ഈ സൗകര്യമൊക്കെ ഉണ്ടാക്കിയ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നുള്ള ആ പേടിയുണ്ട് കയറി. അതോടുകൂടെ അധികാരം വലിച്ചെറിഞ്ഞു. ഈ ആബിദിങ്ങളെ മഹാന്മാരുടെ കൂടെ കൂടി ഈമാനിന്റെ മധുരം അനുഭവിച്ചു. അപ്പോൾ രണ്ടാമത്തെ കാര്യം മരണത്തെക്കുറിച്ച് ഓർക്കുക. മൂന്നാമത്തത് അൻ യഅരിഫൽ അബ്ദു അന്നൽ ഫലാഹ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ അത് മുർത്താനും ബിൽ അമലിൽ ആഖിറ. ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്താലാണ് ദുനിയാവും ആഖിറവും വിജയിക്കുള്ളൂ എന്ന് മുഅ്മിൻ മനസ്സിലാക്കണം. അടിമ അറിയണം. ആ ബോധം ഉണ്ടാവണം. ഒന്ന്, അള്ളാഹ്നറിയാം. രണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. മൂന്ന്, ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ ആഖിറത്തിന്റെ പണിയെടുക്കണം. ആഖിറത്തിന് വേണ്ടി പണിയെടുത്താൽ ദുനിയാവും ആഖിറവും വിജയിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു നിസ്കാരത്തിന്റെ ഫضല് പറയുമ്പോൾ, ഒരു ദിക്റിന്റെ ഫضല് പറയുമ്പോൾ, ഒരു നോമ്പിന്റെ ഫضല് പറയുമ്പോൾ ദുനിയാവിലും നേട്ടമുണ്ടാവും, ആഖിറത്തിലും നേട്ടമുണ്ടാവും. ദുനിയാവും ആഖിറവും വിജയിക്കണോ, ആഖിറത്തിന്റെ പണിയെടുക്കണം, ആഖിറത്തിന്റെ അമൽ ചെയ്യണം. കാരണം ദുനിയാവിലും നേട്ടം കിട്ടും, ദുനിയാവ് നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ ആഖിറത്തിലും നേട്ടം കിട്ടും, ആഖിറം കാലാകാലം നിലനിൽക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം കഴിഞ്ഞു. നാലാമത്തെ കാര്യം അൻ യഅലമൽ അബ്ദു, അടിമ അറിയലാണ്, അന്ന തഅജീലൽ ഉഖൂബത്തി ഫിദ്ദുനിയ മുതവഖ. തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കിട്ടും എന്നല്ല, കിട്ടാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. അന്ന തഅജീലൽ ഉഖൂബ, ശിക്ഷ കിട്ടും ദുനിയാവിൽ തന്നെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റിനുള്ള ശിക്ഷ നമുക്ക് തന്നെ ദുനിയാവിൽ കിട്ടും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നോക്കണേ, എന്ത് തെറ്റ് ചെയ്താലും തെറ്റിനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ കിട്ടും. അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ദുനിയാവ് തന്നെ ശിക്ഷ കിട്ടും എന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. നോക്കണേ, ഇന്നി ലഅസില്ല, ഞാൻ അള്ളാഹ്ക്കെതിരെ തെറ്റ് ചെയ്താല് ഫഅരിഫു ദാലിക, അത് ഞാൻ കാണും. ഫീ ഖുലുഖി ഹിമാരി വ ഖാദിമി, എന്റെ കഴുതയാണ് ബഹുമാനപ്പെട്ടവരുടെ വാഹനം. അല്ലേ? അന്നത്തെ ഓട്ടോറിക്ഷ. കുതിര എന്ന് പറഞ്ഞാൽ അത് ഇന്നോവയും വലിയ ബെൻസും ഒക്കെയാണ്. നല്ല മുന്തിയ വെള്ളക്കുതിരക്കായാൽ അത് വലിയ കോടികളൊക്കെ വില മതിക്കണ വലിയ വണ്ടിയായി. അന്നത്തെ വലിയ വണ്ടികളാണ്. അപ്പൊ അന്നത്തെ ഓട്ടോറിക്ഷയാണ് കഴുത എന്ന് പറഞ്ഞാൽ. അപ്പൊ ചെറിയ വണ്ടി, അതാണ് ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ വണ്ടി, വാഹനം. ഞാൻ തെറ്റ് ചെയ്താൽ ഞാനത് കാണും. ഫഅരിഫു ദാലിക ഫീ ഖുലുഖി ഹിമാരി, ഞാൻ തെറ്റ് ചെയ്ത ദിവസമാണെങ്കിൽ അന്ന് എന്റെ വണ്ടി, എന്റെ കഴുത ഞാൻ പറഞ്ഞ കേൾക്കൂല. ചിലപ്പോൾ എന്നെ കുത്തും, ചവിട്ടും, ചിലപ്പോൾ വണ്ടി റോട്ടോട് പോകുമ്പോൾ മറിച്ചിടും. വഹാദിമി, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നവര്, അല്ലേ? ഓനെ പറഞ്ഞ അന്ന് കാണും, ഓന് എന്തെങ്കിലും പറഞ്ഞ കുട്ടിയെ ഉച്ചക്ക് ചോറ് കൊണ്ടിരുന്ന പറഞ്ഞ ഓന ഒരു മുറലല്, അല്ലെങ്കിൽ ഓൻ എന്തെങ്കിലും ഒപ്പിക്കും. ഓന അന്ന് അനുസരണല്ല, അല്ലെങ്കിൽ ഓനെ കൊണ്ട് ഉപദ്രവം. ഞാൻ തെറ്റ് ചെയ്താൽ അത് എന്റെ വണ്ടിയിലും എന്റെ ഖാദിമിലും എന്റെ വാഹനത്തിലും എന്റെ പരിചാരകനിലും തന്നെ ഞാൻ കാണും എന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാന് അയ്യർത്തു റജുലൻ, ഞാൻ ഒരാളെ മുൻദു 20 സന, ഞാൻ ഒരാളെ യാ മുഫ്ലിസ് എന്ന് വിളിച്ചു. ഞാൻ ഒരാളെ എടാ പാപ്പരായവനെ എന്ന് ഞാൻ ഒരാളെ വിളിച്ചു. ലഖദ് ഇബ്തലാനിൽ ആന ബിൽ ഇഫ്ലാസ്, ഇപ്പൊ ഞാൻ പാപ്പരായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു 20 കൊല്ലം മുമ്പ് ഞാൻ ഒരാളെ പാപ്പരായവനെ എന്ന് വിളിച്ചു. ഞാൻ ചെയ്യാൻ പാടില്ല, തെറ്റാ. 20 കൊല്ലം മുമ്പ് ഞാൻ ഒരാളെ മുഫ്ലിസ് എന്ന് വിളിച്ചു. ഇപ്പോ അള്ളാഹ് എന്നെ പാപ്പരാക്കി, ദുനിയാവിൽ തന്നെ ശിക്ഷ തന്നു. ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ അബ്ദിൻ തഫൂതുഹു സ്വലാത്തുൻ ഫി ജമാഅത്തിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഓ മനസ്സിലാക്കണം, ഇല്ലാ ബി ദംബിൻ അദ്നബഹു, ഓനെന്തൊരു തെറ്റ് ചെയ്തിട്ടാണ് അത് പോയത്, ആ ചാൻസ് പോയത്. ജമാഅത്ത് മുടക്കാത്ത ഒരാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഓ മനസ്സിലാക്കണം, ഓനെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്.
ജമാഅത്ത് നഷ്ടപ്പെടുത്തിയത് അവൻ ചെയ്ത എന്തൊരു തെറ്റ്. നമുക്കിപ്പോ എന്തേപ്പോ പറഞ്ഞു, എന്തേ പറഞ്ഞു, തെറ്റ് ചെയ്താല് ദുനിയാവ് തന്നെ ശിക്ഷ കിട്ടുന്നു. എന്താണ് ശിക്ഷ എന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ അല്ലേ? ഫുളൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കിപ്പോ ഒരു ജമാഅത്ത് പോകാറുള്ളത് തെറ്റാണോ അല്ലെങ്കിൽ ഒരു ശിക്ഷയാണോ? നിങ്ങൾ പറയും. ഒരാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ശിക്ഷയാവോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ശിക്ഷ പറഞ്ഞാൽ രോഗം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് പറ്റുക, ഇതൊക്കെ ഇപ്പൊ നമുക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. ജമാഅത്ത് നഷ്ടപ്പെടാൻ മുഅ്മിനീങ്ങൾ അതൊരു ശിക്ഷയാണ്, അതൊരു ശിക്ഷയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ കഴിഞ്ഞു പോയ മഹാന്മാര്, ഒരാള് സുബഹി നേരത്തെ എഴുന്നേൽക്കും, അവ്വൽ വക്തിൽ ജമാഅത്തിന് പോകും, ശൈത്താന് 18 അടവും നോക്കും, ശൈത്താൻ ഇങ്ങനെ പറ്റി നോക്കും, എങ്ങനെയെങ്കിലും ഇയാളൊന്ന് വസ്വാസക്ക് ഒരു ദിവസം സുബഹി കളാക്കാൻ പറ്റുമോ? ഒരു ദിവസം കളാക്കാനൊന്നും പറ്റില്ല, എന്നാലും ജമാഅത്ത് നഷ്ടപ്പെടുത്തി. ശൈത്താൻ ഇങ്ങനെ ഉറക്കിക്കിടത്തി ഇവനങ്ങനെ എഴുന്നേറ്റ് പോയതിന് ജമാഅത്തിന് പോയി. കളായൊന്നുമില്ല, ജമാഅത്ത് പോയി. പക്ഷെ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. ഇന്നേ വരെ എനിക്ക് ജമാഅത്ത് പോയിട്ടില്ല റബ്ബേ, ഭയങ്കര വിഷമായി. ഇയാൾ പിന്നെ അന്ന് പകല് നിസ്കരിക്കന്നെ, സുന്നത്ത് നിസ്കരിക്കന്നെ, രാത്രി സുന്നത്ത് നിസ്കരിക്കന്നെ, പിറ്റേ ദിവസം സുബഹി വരെ ഇയാൾ സുന്നത്ത് നിസ്കരിക്കന്നെ. അന്ന് രാത്രി പിന്നെ ഒക്കെ നല്ല ക്ഷീണിച്ച് കുറേ സമയം. പിന്നെ പിറ്റേ ദിവസം മുതൽ ശൈത്താൻ നേരത്തെ ഇയാൾ വിളിക്കും, ചങ്ങായി എനിക്ക് സുബഹിയായില്ലേ, വേഗം പോ, പള്ളികൾ പോ. ശൈത്താൻ തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഇയാളെ ഉന്തിത്തള്ളി വേഗം പറഞ്ഞേക്കും, മുമ്പിൽ സഫിൽ കൊണ്ടുപോയി നിർത്തും, നിസ്കരിച്ചോന്നാണ്. അപ്പൊ ശൈത്താനോട് ചോദിച്ചു, എന്തേ ചങ്ങായിയെ, അന്റെ പണിയല്ലല്ലോ ഇത്, അന്റെ പണി പറഞ്ഞ നിസ്കാരം മുടക്കലോ ജമാഅത്ത് മുടക്കലാ, ഇജിപ്പോ എന്തേ ഈ ആളെ നേരത്തെ വിളിച്ച് ഒതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത്? അപ്പൊ ശൈത്താൻ പറഞ്ഞു, ഇയാളെ ജമാഅത്ത് നിസ്കരിപ്പിക്കാനല്ലേ, കാരണം ഇയാളെ ജമാഅത്ത് എങ്ങാനും ഞാൻ വസ്വാസാക്കിയാൽ ഇയാൾ പിന്നെ അതിന് പകരം 100 കണക്കിന് 1000 പിന്നെ നിസ്കരിക്കുക. അപ്പൊ അതിലും നല്ലത് ഇയാൾക്കിപ്പോ 27 ഇരട്ടിയല്ലേ ഇയാൾക്ക് കിട്ടുള്ളൂ. ജമാഅത്തിന് കൊണ്ടുപോയി നിർത്തി കൊടുത്താൽ 27 ഇരട്ടി ആവുമ്പോൾ ഒതുങ്ങും. അതല്ലെങ്കിൽ 27 27,000 അല്ല, ഇയാൾ പിന്നെ നിസ്കരിച്ച് ഇയാൾ കൂലി വാങ്ങാം. അതിലും നല്ലത് ഇയാളെ നേരത്തെ എഴുന്നേൽപ്പിക്കലാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ മഹാന്മാരായ ആളുകൾക്ക് ജമാഅത്തൊക്കെ നഷ്ടപ്പെടാറ് അത് ശിക്ഷയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഒരു മുഅ്മിനിന് ജമാഅത്ത് നഷ്ടപ്പെട്ടവോ മനസ്സിലാക്കണം, ഓനക്ക് എന്തോ തെറ്റ് പറ്റിക്കണോ. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, തഹജ്ജുദ് മുടങ്ങി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പകലെന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് തഹജ്ജുദ് മുടങ്ങിയത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് തഹജ്ജുദ് മുടങ്ങിയ മനസ്സിലാക്കണം, അവൻ പകലെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് കാരണമാണ് തഹജ്ജുദ് മുടങ്ങിയത്. അപ്പോൾ മുഅ്മിനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും എന്ന് ആ ബോധം ഉണ്ടാവണം. ഈ 4 കാര്യമുണ്ടായാൽ ഈമാനിന്റെ മധുരം ലഭിക്കാനും അപ്രകാരം തന്നെ തഖ്വ വർദ്ധിക്കാനും അതിലൂടെ തൗബ ചെയ്യാനും കാരണമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഈമാനിന്റെ ആകക്കാമ്പും ഈമാനിന്റെ മധുരവും എന്താണെന്ന് അറിയാനും അനുഭവിക്കാനും ഒരല്പമെങ്കിലും മഹാന്മാരുടെ വഴി, അത്രത്തോളം കഴിയില്ലെങ്കിലും അല്ലേ, അതിലേക്കുള്ള ഒരു ഉയർച്ച, ഒരു ചവിട്ടുപടി, ഒരു സ്റ്റെപ്പ് കയറിയാൽ അടുത്ത സ്റ്റെപ്പും കയറാലോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം, നല്ല ബോധത്തിലും താല്പര്യത്തിലും ആവേശത്തിലും. കാരണം 360 ദിവസങ്ങളിൽ അല്ലേ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹ് മാറ്റിവെച്ച ദിവസങ്ങൾ ഇനി 2 ദിവസം കൂടിയുള്ളൂ. ഒരു കൊല്ലത്തിൽ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു മഗ്ഫിറത്തിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ദിവസങ്ങൾ ഈ 2 ദിവസം കൂടിയുള്ളൂ. നമ്മൾ കൂട്ടായും ഒറ്റക്കുമൊക്കെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പതിവനുസരിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ആ ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ പാവങ്ങളൊക്കെ പൊറുപ്പിക്കാനും പരലോകത്ത് ദറജ ഉയരാനും അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാനും ദുആ സ്വീകരിക്കപ്പെടാനും ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടുകൂടെ ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം.